Hello, my dear students. So, molecular base of inheritance. അതാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഭാഗങ്ങൾ നമ്മൾ ലെറ്റ് us try to understand. പരീക്ഷയിൽ ജെനറ്റിക്സ് 2 എന്ന് പറയും മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ്. വാട്ട് ഈസ് യുവർ അപ്രോച്ച്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ കണ്ടന്റ് വി ഷുഡ് നോ വെരി ക്ലിയർലി. ആ കണ്ടന്റ് പരീക്ഷയ്ക്ക് യു നോ ദാറ്റ് യു ഫോർ ജെനറ്റിക്സ് യു ഹാവ് ടു ജസ്റ്റ് ഫോളോ NCERT. കണ്ടന്റ് ഒരു സീക്വൻസിൽ പോകുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഫോർ എക്സാമ്പിൾ, ആദ്യം നമ്മൾ ഫോർ എക്സാമ്പിൾ ലെറ്റ് മീ ഫസ്റ്റ് എക്സ്പെരിമെന്റ്സ് ടു പ്രൂവ് DNA is the genetic material. DNA is the genetic material എന്ന് വിചാരിക്കാം. Experiments to prove DNA is the genetic material. So this is what your heading is. NCERT, the search for genetic material. അപ്പോൾ ഇതിൻ്റെ we should understand under this there are 3 experiments. ആ എക്സ്പെരിമെൻറ്റിന് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് ചോദ്യം വരിക? ഒന്ന്, വർഷം 1928 ഗ്രിഫിത്ത് ഡിഡ് ദ എക്സ്പെരിമെന്റ് അല്ലേ? അപ്പോൾ ഗ്രിഫിത്ത്സ് ബാക്ടീരിയൽ ട്രാൻസ്ഫോർമേഷൻ എക്സ്പെരിമെന്റ് 1928. എക്സ്പെരിമെന്റ് ഐ നോ യു നോ, ബട്ട് ഇയർ ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. 1928, that is Griffith's experiment under this heading. Then 1933 to 1944. 1933 to 1944, you must remember Avery McCarthy and MacLeod. Biochemical characterization experiment. And then 1952 Hershey and Chase. So I know you know the experiment because you have been studying hard. ഇത്രയും കാലം ഒരുപാട് പരീക്ഷകൾ എഴുതിയിട്ട് you have been trained so, and you are training your brain also very properly. What I want to direct you is be sure that when you say these years 1928, 1933 to 1944, 1952, എക്സ്പെരിമെൻ്റ് അറിഞ്ഞാൽ മാത്രം പോരാ, ഇതിൻ്റെ കൺക്ലൂഷൻ വളരെ കൃത്യമായിട്ട് അറിയണം. സോ ദിസ് ഈസ് ഹൗ യു ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം ഗ്രിഫിത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ വർഷം ഏതാ, വാട്ട് ഈസ് ദ മെത്തഡോളജി ഓപ്റ്റഡ് ബൈ ഗ്രിഫിത്ത്, ഹീ ഇഞ്ചെക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എസ് ഫോം ഇഞ്ചെക്റ്റഡ് ദ മൈസ് ഡൈഡ് അല്ലേ? ദിസ് കൈൻഡ് ഓഫ് തിങ്സ് യു ഷുഡ് ബി വെരി ക്ലിയർ. മിക്സ്ചർ ഓഫ് ഹീറ്റ് കിൽഡ് എസ് ഫോം ആൻഡ് ലിവിങ് ആർ ഫോം വെൻ ഇറ്റ് വാസ് ഇഞ്ചെക്റ്റഡ് ദ മൈസ് ഡൈഡ്. ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് അറിയണം. ഫ്രം ദിസ് ചാപ്റ്റർ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് യു വിൽ ഗെറ്റ് അപ്രോക്സിമേറ്റ്ലി 6 to 9 ക്വസ്റ്റ്യൻ. 6 to 9 ചോദ്യങ്ങൾ വരാവുന്ന വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് വർഷങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കണം. രണ്ടാമത് നമ്മൾ നോക്കേണ്ടത്, യു റിമെമ്പർ റൈറ്റ്, ഇൻ ഗ്രിഫിത്ത് എക്സ്പെരിമെൻറ്റ് സ്റ്റെപ്പ് 4 എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? സ്റ്റെപ്പ് 4 എന്തായിരുന്നു? എ മിക്സ്ചർ ഓഫ് ഹീറ്റ് കിൽഡ് എസ് ഫോം and leaving R form. When it was injected to the mice died of pneumonia and blood sample showed the presence of leaving S form. So some transforming principle transformed R form into S form. That is the conclusion. For Avery McCarthy MacLeod experiment, you know that DNA's ഏത് ടെസ്റ്റ് ട്യൂബിലാണോ ഉപയോഗിച്ചിരുന്നത് അതിൽ മാത്രം ട്രാൻസ്ഫോർമേഷൻ നടന്നില്ല. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫോർ യുവർ ക്ലാസ്, യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഫോർ യുവർ എക്സാം ദാറ്റ് വെൻ യു ആഡ് DNAs, അപ്പോൾ ഒരു ചോദ്യം വരും, സർ വാട്ട് ഈസ് DNAs? രണ്ട് കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇഫ് സംബഡി സേസ് DNAs, one thing that you should remember is this is an enzyme to digest DNA. I know you know this, but you know what's the best part? DNAs, it is a protein enzyme. So chemically it is a protein. It is a protein enzyme. So you know almost all enzymes are proteins except ribozymes. അതിൽ റൈബോസൈംസിൻ്റെ കുറച്ച് എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുമുണ്ട്. പതുക്കെ ആദ്യം നമുക്ക് ഈ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേന്ന് നോക്കാം. പിന്നെ ഇവിടെ റേഡിയോ ഐസോട്ടോപ്പ് ഉപയോഗിച്ചത് വളരെ വ്യക്തമായി ഓർത്ത് വയ്ക്കണം. സൾഫർ 35, S35 and P32. So these are the radios. S35 in protein coat, and P32 in DNA. ഓർക്കുന്നുണ്ടോ? So the virus which was having S35 in protein coat will not have any radioisotope in DNA, and the virus which was having P32 in DNA in the protein coat, there will not be anything.
So they found out that P32 was detected inside bacteria. P32 ആണ് ബാക്ടീരിയയുടെ ഉള്ളിൽ ഡിറ്റക്ട് ചെയ്തത്. അങ്ങനെ you came to the conclusion that protein is not the genetic material and DNA is a genetic material. ഈ ചാപ്റ്ററിന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. One question can be expected from this experiment. Now next topic which I want you to focus is structure of DNA. Now structure of DNA, you know, right? DNA will be there in so many chapters. By this time you know. ഇപ്പോൾ സെൽ ഡിവിഷൻ ആയാലും ഇപ്പോൾ ക്രോമോസോം സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമോസോമിൽ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് ഒക്കെ വരുമല്ലോ. അത് DNA റെപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. സോ DNA പല ചാപ്റ്ററിൽ ഇറ്റ് വിൽ ബി ദിസ് വേർഡ് വിൽ ബി യൂസ്ഡ്. അപ്പോൾ ഈ സ്ട്രക്ചർ ഓഫ് DNA എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ആദ്യം നമുക്ക് ബേസിക് ബയോകെമിസ്ട്രി വളരെ വളരെ കൃത്യമായിട്ട് അറിയണം. ആൻഡ് ബേസിക് ബയോകെമിസ്ട്രി യു വിൽ സ്റ്റഡി, യു ഹാവ് ഓൾറെഡി സ്റ്റഡിഡ് ഇൻ ബയോമോളിക്യൂൾ ചാപ്റ്റർ. ബേസിക് ബയോകെമിസ്ട്രി വളരെ സ്ട്രോങ് ആയിരിക്കണം. അതായത് ന്യൂക്ലിയോടൈഡ് എന്താണ്, ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് എന്താണ്, ന്യൂക്ലിയോടൈഡും ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് തമ്മിൽ വ്യത്യാസം എന്താണ്, DNA ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് ഏതൊക്കെ, അവിടെ ബോണ്ട് ഏതൊക്കെ വരുന്നു, ഏതൊക്കെ പൊസിഷനിൽ ഏതൊക്കെ കെമിക്കൽ മോളിക്യൂളാണ് വരുന്നത്, ഇതെല്ലാം നമ്മൾ ഫണ്ടമെൻ്റലി വി ഷുഡ് ബി വെരി സ്ട്രോങ്. പിന്നെ ബയോമോളിക്യൂൾ ചാപ്റ്ററിൽ നൈട്രോജൻ ബേസസിൻ്റെ സ്ട്രക്ചർ, ഷുഗറിൻ്റെ സ്ട്രക്ചർ, അതൊക്കെ വളരെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ബേസിക് ബയോകെമിസ്ട്രി വളരെ ക്ലിയർ ആയിരിക്കണം. ന്യൂക്ലിയോടൈഡ് എന്ത്, ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ് എന്ത്. ഫോർ എക്സാമ്പിൾ മോളിക്കുലർ ബേസിസ് ചാപ്റ്ററിൽ NCERT പ്രകാരം നോക്കുകയാണെന്ന് വെച്ചാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ് സെർവ് ഡ്യുവൽ ഫങ്ഷൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അതേസമയത്ത് RNAക്ക് എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക, റൈബോ ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്. അപ്പോൾ റൈബോ ന്യൂക്ലിയോടൈഡ്, ഡിയോക്സി റൈബോ ന്യൂക്ലിയോടൈഡ്, ഇത് വ്യത്യാസം വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. കോമ്പോസിഷൻ നന്നായി അറിഞ്ഞിരിക്കണം. ആൻഡ് ദെൻ യു ആർ സപ്പോസ് ടു ലേൺ അബൌട്ട് വാട്ട് ഈസ് കോൾഡ് ആസ് ഫീച്ചേഴ്സ് ഓഫ് DNA. ഫീച്ചേഴ്സ് ഓഫ് DNAയിൽ നമ്പേഴ്സ് വളരെ ക്ലിയർ ആണ്. എന്ത് 2 നാനോമീറ്റർ ഓർ 20 ആങ്സ്ട്രോം യൂണിറ്റ്, 0.34 നാനോമീറ്റർ ഓർ 3.4 ആങ്സ്ട്രോം യൂണിറ്റ്, 3.4 നാനോമീറ്റർ 34 ആങ്സ്ട്രോം യൂണിറ്റ്. അപ്പോൾ ഈ നമ്പേഴ്സ് ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അല്ലേ, സ്പേസ് ബിറ്റ്വീൻ 2 ബേസ് പെയർ 0.34 നാനോമീറ്റർ, ലെങ്ത് ഓഫ് 1 ഹെലിക്കൽ ടേൺ is 3.4 നാനോമീറ്റർ or 34 ആങ്സ്ട്രോം യൂണിറ്റ്, 2 നാനോമീറ്റർ or 20 ആങ്സ്ട്രോം യൂണിറ്റ്. അതേപോലെ adenine will pair with thymine by 2 hydrogen bonds, guanine will pair with cytosine by 3 hydrogen bonds. Backbone of DNA. So this is very very important. Backbone of DNA, you know, backbone of DNA, you know that backbone of DNA is sugar and phosphate. Nitrogen base are towards inside. And you must very clearly know that the most important part of DNA is sequence of nitrogen bases. The most important part of DNA is sequence of nitrogen bases. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, ജീൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസസ് എന്നാണ് ഉപയോഗിക്കുക, ജീനോം എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ് പെയർസ് ആണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് വൈ സാലിയൻ ഫീച്ചർ ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ പോയിന്റ് തന്നെ ദ ഹ്യൂമൻ ജീനോം കണ്ടെയ്ൻ 3164.7 മില്യൺ ന്യൂക്ലിയോടൈഡ് ബേസ് പെയർസ് എന്നാണ്. എന്നിട്ട് തൊട്ട് താഴെ രണ്ടാമത്തെ പോയിന്റിൽ ദി ആവറേജ് ജീൻ കണ്ടെയ്ൻ 3000 ബേസസ് എന്നായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. സോ ജീൻ ഈസ് ബേസസ്, ജീനോം ബേസ് പെയർസ്. അതേപോലെ സോ ചില ടെക്നിക്കൽ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ഫീച്ചേഴ്സ് ഓഫ് DNA വാട്സൺ ആൻഡ് ക്രിക്ക് 1953 പ്രപ്പോസ് ചെയ്തത്. ആൻഡ് ദെൻ യു മസ്റ്റ് നോ ചാർഗാഫ്സ് റൂൾ എന്നുള്ള കോൺസെപ്റ്റ് 1950 വരുന്നത്. ഇയർ ഓർത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചാർഗാഫ് വാസ് നോയിങ് അബൌട്ട് DNA എന്നുള്ളൊരു കോൺസെപ്റ്റ് ഓർത്ത് വയ്ക്കണം. ഫസ്റ്റ് തിങ്, ചാർഗാഫ് റൂൾ ഈസ് അപ്ലൈഡ് ഓൺലി ടു ഡബിൾ സ്റ്റാൻഡേർഡ് DNA. See, this is a very common question and it is not applied to single stranded DNA or RNA. അപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സാറേ അപ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് RNAയിലോ ഒരു RNAയിലും അപ്ലൈ ചെയ്യില്ല. ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് RNA ആണെങ്കിൽ ഇതിലൊന്നും തന്നെ നമ്മൾ ചാർഗാഫ് റൂൾ അപ്ലൈ ചെയ്യില്ല, ഇതിൽ മാത്രമേ അപ്ലൈ ചെയ്യൂ. അപ്പോൾ ചാർഗാഫ് റൂളിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും. എമൗണ്ട് ഓഫ് പ്യൂരിൻ ഈസ് ഓൾവേസ് ഈക്വൽ ടു എമൗണ്ട് ഓഫ് pyrimidine and the ratio of molar concentration of A plus T by G plus C. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും.
സോ ചാർഗാഫ് റൂളിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആദ്യം ഈ ക്വസ്റ്റ്യനിൽ ഡബിൾ സ്റ്റാൻഡേർഡ് DNA തന്നെയാണോ അല്ലേന്ന് നോക്കണം. എഡ്നീൻ ഈസ് 30%. ഇപ്പോൾ ഗുവാനീൻ്റെ പെർസെൻറ്റേജ് എത്ര? എഡ്നീൻ 30% ആണെന്ന് വെച്ചാൽ തൈമിനും 30% ആയിരിക്കും അല്ലേ. ഇപ്പോൾ 30 60 100 60 പോയാൽ 40/2 20% ഗുവാനീനായിരിക്കും, 20% സൈറ്റോസിനായിരിക്കും അല്ലേ. ഇങ്ങനെയല്ലേ നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ വളരെ കോമൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കണം. ഒരു ക്വസ്റ്റ്യൻ വരിക ചാർഗാഫ് റൂൾ ഈസ് അപ്ലൈഡ് ടു ഡബിൾ സ്റ്റാൻഡേർഡ് DNA അല്ലെങ്കിൽ നോട്ട് അപ്ലൈഡ്, അങ്ങനെ വല്ല ക്വസ്റ്റ്യൻ വരും. അല്ലെങ്കിൽ ഇങ്ങനെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ളത് വരും. മനസ്സിലായി? ദിസ് ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് ദെൻ വാട്ട് ഈസ് കോൾഡ് ആസ് ദ നെക്സ്റ്റ് വൺ. അടുത്ത് നമ്മൾ പാക്കേജിങ് ഓഫ് DNA ഫോക്കസ് ചെയ്യേണ്ടത്. പാക്കേജിങ് ഓഫ് DNA നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ ചില ആ നമ്പേഴ്സൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വയ്ക്കണം. ഏതൊക്കെ നമ്പർ? 5386 5386 ഏതിലാ? ഫേജ് X 174 എന്ന് പറഞ്ഞ വൈറസിൽ. പിന്നെ നമ്മൾ ഓർത്ത് വെക്കേണ്ട പരീക്ഷയ്ക്ക് ഇതൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസിൻ്റെ എക്സാമ്പിളും കൂടിയാണ്. സോ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA വൈറസിൻ്റെ എക്സാമ്പിളും കൂടിയാണ് ഫേജ് X 174. ഇപ്പോൾ 48,502 ലാംഡ ഫേജ് കുട്ടികൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA വൈറസാണ്. ഇതൊക്കെയും വളരെ ഫോക്കസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇതിൽ ചാർഗാഫ് റൂൾ അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഇതിൽ പറ്റും. അതേപോലെ ഈക്വലൈ ആണെങ്കിൽ 4.6 × 10⁻⁶ ബേസ് പെയർസ് അല്ലേ. ഇത് ഈക്വലൈയിൽ ഈ നമ്പേഴ്സൊക്കെ ടെക്സ്റ്റ് ബുക്ക് നമ്പേഴ്സാണ്. 3.3 × 10⁹ ബേസ് പെയർ ആണെങ്കിൽ ഹാപ്ലോയിഡ് DNA കണ്ടന്റ്, അതായത് 23 ക്രോമോസോമിൽ ഹാപ്ലോയിഡ് DNA കണ്ടന്റ് ഓഫ് ഹ്യൂമൻ സെൽ. ഹാപ്ലോയിഡ് DNA കണ്ടന്റ് ഓഫ് ഹ്യൂമൻ സെൽ. ഹാപ്ലോയിഡ് DNA കണ്ടന്റ് ഓഫ് ഹ്യൂമൻ സെൽ ഈസ് 3.3 × 10⁹ ബേസ് പെയർ. അതേ സമയത്ത് 6.6 × 10⁹ ബേസ് പെയർ ആണെങ്കിൽ ദാറ്റ് ഈസ് ഡിപ്ലോയിഡ് DNA കണ്ടന്റ്. സോ ദീസ് നമ്പേഴ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് അല്ലേ. ഈ നമ്പേഴ്സ് ടെക്സ്റ്റ് ബുക്ക് നമ്പേഴ്സാണ്. അത് കൂടാതെ ലെങ്ത് ഓഫ് ഹ്യൂമൻ DNA 2.2 meters, ഈക്വലൈ DNA 1.36 mm, ഈക്വലൈ DNA ലെങ്ത് ഇൻ എ സെൽ. ഹ്യൂമൻ സെൽ ആണെങ്കിൽ 2.2 meters. സോ ദിസ് ഇസ് ഹൗ യു ആർ സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ്. സെൽ ബയോളജി ചാപ്റ്ററിൽ എഴുതിയിട്ടുമുണ്ട്. എ സിംഗിൾ ഹ്യൂമൻ സെൽ ഹാസ് approximately 2 meter long thread of DNA which is distributed among 46 chromosomes. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കിന് ബീഡ്സ് ഓൺ സ്ട്രിങ് എന്ന് പറഞ്ഞ വേർഡ് ഇത് പരീക്ഷയ്ക്ക് വളരെ കോമൺ ആണ്. ഇതിൽ ബീഡ് എന്താ? ഇതിൽ ബീഡ് ന്യൂക്ലിയോസോമാണ് എന്ന് വളരെ വ്യക്തം. സ്ട്രിങ് എന്താ? DNA. എൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ടാവും. വെരി വെരി ഇമ്പോർട്ടൻ്റ് ഡയഗ്രാം, വളരെ പ്രധാനപ്പെട്ടൊരു ഡയഗ്രാമാണ്. സോ ദിസ് ഈസ് യുവർ 1 3/4. അപ്പോൾ ഇത് നോക്കുമ്പോൾ യു സി ദിസ് ഇസ് DNA അല്ലേ. ഇതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഇത് ഹിസ്റ്റോൺ ഒക്ടാമർ 1.25 ടേൺസ് ആണ് ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിൽ ഉണ്ടാവുക, വിച്ച് വിൽ പാക്ക് അപ്രോക്സിമേറ്റ്ലി 200 ബേസ് പെയർസ് ഇൻ ഇറ്റ്. ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. In each nucleosome, the DNA is wrapped for 1 3/4 turns to pack about 200 base pairs in it. That is how it is. Right? DNA 1 3/4 turns. So this is very very important. ഇത്രയും കഴിയുമ്പോൾ 2 വേർഡും കൂടി NCERT-ൽ ഉണ്ടാവും. അതായത് യൂക്രോമാറ്റിൻ എന്താ? യൂക്രോമാറ്റിൻ. പിന്നെ അടുത്ത വേർഡ് ഹെറ്ററോക്രോമാറ്റിൻ. യൂക്രോമാറ്റിൻ ആൻഡ് ഹെറ്ററോക്രോമാറ്റിൻ എന്ന് പറഞ്ഞ 2 വേർഡ് ഉണ്ടാവും. അപ്പോൾ ഇത് തമ്മിൽ വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിഫറൻഷിയേഷൻ അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക്. ദാറ്റ് ദിസ് കണ്ടെയ്ൻ ലെസ് നമ്പർ ഓഫ് പ്രോട്ടീൻ അല്ലേ. ലെസ് നമ്പർ ഓഫ് പ്രോട്ടീൻസ്. ദിസ് കണ്ടെയ്ൻ ലെസ് നമ്പർ ഓഫ് പ്രോട്ടീൻസ്. ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ലൂസ്ലി പാക്ഡ്. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് എസർഷൻ റീസൺ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് വരാം. 3 സ്റ്റെയിൻസ് ലൈറ്റ്. 4 contain transcriptionally active genes.
Now these are 4 points that you must remember for euchromatin. For heterochromatin, you can see it contains more number of proteins. It contains more number of proteins. Densely packed on. More number of proteins. Densely packed on. Stains dark on. Stains dark and contain transcriptionally inactive genes. അപ്പോൾ ഈ പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം. സോ യു ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് ദ കോൺസെപ്റ്റ്. ഞാൻ പഠിക്കേണ്ട വെച്ചാൽ അതിൽ ഏതൊക്കെ പോയിന്റ് ഇൻക്ലൂഡഡ് ആവണം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയപ്പോൾ ഈ പാക്കേജിങ് ഓഫ് DNA ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ട് കുറച്ച് നീറ്റുകളായി. മീൻസ് കുറച്ച് പരീക്ഷകൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇന്ന് വരുന്നതല്ല. For molecular basis of inheritance, any part you can expect a question. അപ്പോൾ ഈ euchromatin, heterochromatin, see, transcriptionally active, transcriptionally inactive, that does not mean functional and functionless. അങ്ങനെയൊന്നുമില്ല. വളരെ കൃത്യമായി പറഞ്ഞിട്ട് this contains genes which are transcriptionally active and that contains gene, heterochromatin contains genes which are transcriptionally inactive. അപ്പോൾ ഈ അപ്രോച്ച് ഒന്ന്, experiments to prove DNA is a genetic material. Under that, how many experiments? 3. Griffith experiment, Avery McCarthy McLeod experiment, and your Hershey and Chase experiment. And then structure of DNA, now packaging of DNA. NCERTയിലെ ഓരോ വേർഡും ഓരോ ലൈനും നന്നായി നോക്കണം. അതുതന്നെയാണ് ആൻസർ ഓഫ് ദ ക്വസ്റ്റ്യൻ. ഇത്രയും കഴിയുമ്പോൾ ആഫ്റ്റർ പാക്കേജിങ് മൈ സജഷൻ യു ഷുഡ് ഗോ ടു മെസൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ്. അല്ലേ? മെസൽസൺ and Stall experiment. So when you approach Messelson and Stall experiment, what are you supposed to learn? ആദ്യം നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടത് വെച്ചാൽ they experimentally first proved that DNA replication is semi-conservative. DNA replication is semi-conservative എന്ന് ആദ്യമായി പ്രൂവ് എക്സ്പെരിമെന്റലി ചെയ്തത് Messelson and Stall. Now this is an important valid point that Messelson and Stall first experimentally proved that DNA replication is semi-conservative. DNA replication is semi-conservative എന്നുള്ളത് ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്കാണ് 1953. ഇതൊക്കെ NCERTയിലുണ്ട്. റൈറ്റ്? അപ്പോൾ മെസൽസൺ ആൻഡ് സ്റ്റോൾ പഴയ NCERT ആണെങ്കിൽ എന്ന് വെച്ചാൽ പുതിയ എഡീഷൻ അല്ലാത്തതാണെന്ന് വെച്ചാൽ പേജ് നമ്പർ 104 നോക്കിയാൽ കിട്ടും. അവിടെ എഴുതിയിട്ടുണ്ടാവും that it has not escaped our notice that there has to be a copying mechanism towards second last paragraph. അവിടെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആരാണ് ആദ്യം DNA replication is semi-conservative എന്ന് പ്രപ്പോസ് ചെയ്ത് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. വാട്സൺ ആൻഡ് ക്രിക്ക്, and experimentally it was proved first time by Messelson and Stall, and in eukaryotes by Taylor and colleagues. അപ്പോൾ ആ ടൈലർ ആൻഡ് കൊലീഗിൻ്റെ ആ പാരഗ്രാഫ്, അതായത് പേജ് നമ്പർ 106 പഴയ NCERT ആണെങ്കിൽ പേജ് നമ്പർ 106 നോക്കുകയാണെന്ന് വെച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ടാവും വെരി സിമിലർ എക്സ്പെരിമെന്റ്. അതായത് ആദ്യം ഒരു 2 ലൈൻ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ടാവും ദാറ്റ് വെരി സിമിലർ എക്സ്പെരിമെന്റ് ഹാസ് ബീൻ കണ്ടക്റ്റഡ് ബൈ ടൈലർ ആൻഡ് ഹിസ് കലീഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അവരെന്താ ചെയ്ത് ദേ സ്റ്റഡീഡ് ക്രോമോസോമൽ റെപ്ലിക്കേഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് ക്രോമോസോംസിലെ ക്രോമാറ്റിഡ്സിലാണ് അവർ കൂടുതലും ഫോക്കസ് ചെയ്തത്. ഒന്ന്. രണ്ടാമത് ദേ യൂസ് റേഡിയോ ആക്റ്റീവ് തൈമിഡീൻ ഇൻ യൂക്കാരിയോട്ടിക് റൂട്ട് മെരിസ്റ്റമാറ്റിക് സെൽസ് ഓഫ് വിഷിയ ഫാബ വിച്ച് ഇസ് അതർവൈസ് കോൾഡ് ഫാബ ബീൻസ്. അപ്പോൾ ആ ഭാഗം ഓരോ പാരഗ്രാഫിനും അതിൻ്റെതായ ഇപ്പോൾ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ മെസൽസൺ ആൻഡ് സ്റ്റോളിൽ N15 എന്ന് പറഞ്ഞാൽ എന്താണ്, N14 ഇൻ അമോണിയം ക്ലോറൈഡ് എന്ന് പറയല്ലേ. അപ്പം നമ്മൾ പരീക്ഷയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കണം that N15 or N14 these are source of nitrogen. വളരെ ചുരുക്കത്തിൽ ഷോർട്ട് കട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ എങ്ങനെ ഇതിനെ മനസ്സിലാക്കേണ്ടത്, അതായത് ഏത് നൈട്രോജൻ്റെ മീഡിയത്തിലാണോ ഞാൻ എൻ്റെ സെല്ലിനെ എക്സ്പോസ് ചെയ്യുക ആ നൈട്രോജൻ ഉപയോഗിച്ചിട്ട് പുതിയ സ്ട്രാൻഡ് ഓഫ് DNA വരും. അതായത് ഇപ്പം ഞാനൊരു ഇത് ടെക്നിക്കലാണ്, ഷോർട്ട് കട്ട് മെത്തേഡ് ടു അണ്ടർസ്റ്റാൻഡ് Messelson and Stall experiment. I took a bacteria, say for example if I took E. coli and I took growth medium, N15 growth medium ഇട്ടു എന്ന് വിചാരിക്കുക, N15 growth medium ഇട്ടു എന്ന് വിചാരിക്കുക.
So now onwards, if this is DNA, this DNA will undergo replication. ഈ രണ്ട് സ്ട്രാൻഡ് വിട്ടേക്ക്, പുതിയ സ്ട്രാൻഡ് വരുമല്ലോ. അപ്പോൾ അതിലുള്ള നൈട്രോജൻ ബേസസിലെല്ലാം തന്നെ, നൈട്രോജൻ ബേസസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ, നൈട്രോജൻ ബേസസ് എന്ന് പറഞ്ഞാൽ അതിൽ നൈട്രോജൻ ഉണ്ട്. അപ്പോൾ പ്യൂരീനായാലും പെരിമിഡീനായാലും നമ്മൾ ഒരിക്കലും സ്റ്റോർ ചെയ്ത് വെക്കില്ല കുറേ കാലത്തേക്ക്. അപ്പോൾ വേണ്ടത് അപ്പോൾ സിന്തസൈസ് ചെയ്യും. ഇപ്പോൾ ഒരു നൈട്രോജൻ ബേസ് ഉണ്ട്, അത് അപ്പോൾ സിന്തസൈസ് ചെയ്യണമെങ്കിൽ നൈട്രോജൻ വേണം, നൈട്രോജൻ്റെ ഒരു സോഴ്സ് വേണം. അപ്പോൾ ആ സോഴ്സ് ഓഫ് നൈട്രോജൻ നമ്മൾ ബാക്ടീരിയൽ സെല്ലിൽ കൊടുക്കുമ്പോൾ അമോണിയം ക്ലോറൈഡിലുള്ള N15 ആണെങ്കിൽ പുതിയ സ്ട്രാൻഡിലുള്ള നൈട്രോജൻ ബേസിസിലൊക്കെ തന്നെ N15 ആയിരിക്കില്ലേ? അങ്ങനെയാണ് ഈ സ്ട്രാൻഡ് N15, ഈ സ്ട്രാൻഡ് N15 സ്ട്രാൻഡ് ആവുന്നത്. റൈറ്റ്? സോ വെൻ യു സേ സോഴ്സ് ഓഫ് നൈട്രോജൻ, വെൻ യു സേ സോഴ്സ് ഓഫ് നൈട്രോജൻ, യു ആർ ടെല്ലിംഗ് ദാറ്റ് പുതിയ സ്ട്രാൻഡ് ഓഫ് DNA, if it is coming, it will come with nitrogen bases having N15 in them. അവയിൽ N15 ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം N15, ഇതിൻ്റെ ഉള്ളിൽ മൊത്തം N15 ആയിരിക്കും. ദാറ്റ്സ് വാട്ട് ഇറ്റ് മീൻസ്. അപ്പോൾ അവർ ആദ്യം എന്താ ചെയ്ത്, അവർ ദേ ടുക്ക് ദ ബാക്ടീരിയം വിത്ത് വാട്ട് ഈസ് കോൾഡ് ആസ് N15. അവർ ലാബിൽ കൾച്ചർ ചെയ്തല്ലോ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് മനസ്സിലാക്കണം, ദേ ഹാവ് ഓൾറെഡി മെയ്ഡ് ഓർ കൾച്ചേർഡ് a bacterium in a medium containing N15, so naturally both of them are N15 അല്ലേ? അതല്ല ഇതിൻ്റെ അർത്ഥം. ഇനി ഇതിൻ്റെ ഈ N15ൻ്റെ അർത്ഥം എന്താ? അറ്റ് പൊസിഷൻ 379 and position 13 you have nitrogen which is N15. ഇനി നമ്മളിതിനെ N14 മീഡിയത്തിൽ ഇട്ടു. അപ്പോൾ ഇതൊരു സെല്ലാന്ന് വിചാരിക്കണം. ഫ്രം ഹിയർ യു വിൽ ഗെറ്റ് 2 cells അല്ലേ? ആ 2 സെല്ലിൻ്റെ സ്ഥിതി എന്തായിരിക്കും? DNA റെപ്ലിക്കേഷൻ സമയത്ത് ഇത് N15 ആണെങ്കിൽ പുതിയ സ്ട്രാൻഡ് N14, ഇത് N15 ആണെങ്കിൽ പുതിയ സ്ട്രാൻഡ് N14. കണ്ട, ഹൈബ്രിഡ് DNA ആയില്ലേ? ഹൈബ്രിഡ് DNA ആയില്ലേ? അപ്പോൾ ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ ഇവിടെ 50% N15 ആയില്ലേ? അപ്പോൾ ഏത് ജനറേഷനിൽ എത്ര പെർസെൻറ്റേജ് കറക്റ്റായിട്ട് അറിയണം. ഇപ്പോൾ ഇത് ജനറേഷൻ 1 ജനറേഷൻ 1 എന്ന് പറഞ്ഞാൽ 50% N15. ഇനി ജനറേഷൻ 2 എത്ര, ജനറേഷൻ 3 എത്ര? ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ആഫ്റ്റർ 80 minutes ഇങ്ങോട്ടൊരു അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഈ ബാൻഡിൻ്റെ കുട്ടികൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫിക്കേഷന് സീഷ്യം ക്ലോറൈഡിൽ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. N15 ഹെവി അല്ലേ? N15 ഹെവി ആണെങ്കിൽ അത് ടെസ്റ്റ് ട്യൂബിൻ്റെ എവിടെയായിരിക്കും? N15 ഹെവി ആണെങ്കിൽ സീഷ്യം ക്ലോറൈഡിനെക്കാട്ടിലും ഹെവിയാണ് N15, അപ്പോൾ ടെസ്റ്റ് ട്യൂബിന് താഴെയായിരിക്കും. ഇത് ഹൈബ്രിഡ് DNA അല്ലേ? ജനറേഷൻ 1 ഹെവിയും അല്ല ലൈറ്റും അല്ല. കാരണം 50% ഇത് ഹെവിയാണ്, 50% ഇത് ലൈറ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, യു വിൽ ഗെറ്റ് ദിസ് അറ്റ് ദ മിഡിൽ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്. അപ്പോൾ ഈ മിഡിൽ ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് എന്നാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ മെസ്ലസൻ ആൻഡ് സ്റ്റോളിൻ്റെ പഴയ NCERT, അതായത് വളരെ ലേറ്റസ്റ്റ് എഡിഷൻ അല്ല, തൊട്ട് മുമ്പത്തെ ആണെങ്കിൽ പേജ് നമ്പർ 105 ഇതിൽ മെസ്ലസൻ ആൻഡ് സ്റ്റോളിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് വന്നിട്ടുണ്ടാവും. അവിടെ 3 ടെസ്റ്റ് ട്യൂബ് വരച്ചിട്ടുണ്ടാവും, ഓരോന്നിലും ബാൻഡ് വരച്ചിട്ടുണ്ടാവും. ആ പൊസിഷൻ കറക്റ്റായിട്ട് നോക്കണം. ആദ്യത്തെ ബാൻഡിൽ ഏറ്റവും താഴെയായിരിക്കും DNA N15 DNA കാണിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒരു ഹൈബ്രിഡ് DNA ഉണ്ടാവും, ടെസ്റ്റ് ട്യൂബിൻ്റെ നടുക്കിൽ കാണിക്കും. പിന്നെ 2 ബാൻഡ് ജനറേഷൻ 2 കാണിക്കും, നടുക്കിലും മേലെ. അപ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഇത്രയും കാര്യങ്ങളാണ് മെസ്സൽസൺ ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ വ്യക്തമായി ഒരു സംശയമില്ലാതെ നോക്കേണ്ടത്. അതായത് ജനറേഷൻ 1 വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് N15, ജനറേഷൻ 2 വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് N15, ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം. ശരി, അത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. എല്ലാ വർഷവും ചോദ്യം പൊതുവേ ഈ ടോപ്പിക്കിന് വരാറുണ്ട്. പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. ഇപ്പോൾ പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ എന്നുള്ള ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ വിൽ കം. സോ വെൻ യു സേ പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ, ഇതിൽ ആദ്യം നമ്മൾ ചില പോയിന്റ്സ് മനസ്സിലാക്കണം. അതായത് വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ? 2000 ബേസ് പെയർ പെർ സെക്കൻഡ്. ഓർക്കുന്നുണ്ടോ? 2000 ബേസ് പെയർ പെർ സെക്കൻഡ്, 2000 ബേസ് പെയർ പെർ സെക്കൻഡ്. ഇതൊരു പോയിന്റ് അവിടെ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന DNA റെപ്ലിക്കേഷൻ ഈസ് ബൈ ഡയറക്ഷണൽ.
DNA replication is bi-directional. അല്ലേ? അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യണം. ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് സാറേ ഫോക്കസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റെപ്ലിക്കേഷൻ ഫോർക്ക് വന്നിട്ടുണ്ടാവും. ഇത് 3', ഇത് 5' ആണെങ്കിൽ ഇത് 5', ഇത് 3' ആണ്. ഇതായിരിക്കും ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ട്രാൻഡ് നോക്കുക. 3', 5' കണ്ടിന്യൂസ്, 5', 3' ഡിസ്കണ്ടിന്യൂസ് എന്നുള്ളത് എഴുതിയിട്ടുണ്ടാവും. ഡയറക്ഷൻ വളരെ ക്ലിയർ ആയിരിക്കണം. ഇതിനെ നമ്മൾ എന്താ പറയുക? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്. ഓൾവേസ് റിമെമ്പർ ഡയറക്ഷൻ ഓഫ് സിന്തസിസ് ഓഫ് DNA. Direction of synthesis of DNA or RNA is always 5' to 3'. പിന്നെ ചില ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായി മനസ്സിലാക്കണം. Who will unwind the DNA during replication എന്നാണ് ക്വസ്റ്റ്യൻ. Who will unwinding of DNA during unwinding of DNA during replication. Unwinding of DNA during replication എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DNA helicase. Unwinding of DNA during replication, DNA helicase. Unwinding of DNA during transcription. Unwinding of DNA during transcription. Unwinding of DNA during ട്രാൻസ്ക്രിപ്ഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ RNA പോളിമറേസ്. അൺവൈൻഡിങ് ഓഫ് DNA ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ഈസ് DNA ഹെലിക്കേസ്. അൺവൈൻഡിങ് ഓഫ് DNA ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ഈസ് RNA പോളിമറേസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് അൺവൈൻഡിങ് എന്ന് കണ്ട ഉടനെ ചാടിക്കയറി DNA ഹെലിക്കേസിന് അടിക്കുക നോക്കണം. അൺവൈൻഡിങ് ഡ്യൂറിങ് വാട്ട്? അൺവൈൻഡിങ് ഡ്യൂറിങ് റെപ്ലിക്കേഷൻ ആണോ, അല്ലെങ്കിൽ അൺവൈൻഡിങ് ഡ്യൂറിങ് ട്രാൻസ്ക്രിപ്ഷൻ ആണോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ ഒക്കാസാക്കി ഫ്രാഗ്മെൻറ്റ്, അതിൻ്റെ ടെംപ്ലേറ്റിൻ്റെ ഡയറക്ഷൻ 5', 3' ആണ്. അപ്പോൾ അതൊക്കെ വളരെ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ ഏതൊക്കെ എൻസൈമിൻ്റെ ഫംഗ്ഷൻ നിങ്ങൾ ഓർത്ത് വയ്ക്കണം. DNA ഹെലിക്കേസ് എന്തായാലും ഓർത്ത് വയ്ക്കണം. പിന്നെ DNA പോളിമറേസ്, അത് നമുക്ക് എന്തായാലും അറിയാലോ, പോളിമറൈസിങ് DNA. ഇത് കൂടാതെ DNA ഗൈറേസ് ഓർ ടോപ്പോയിസോമറേസ്, അത് ലളിതമായിട്ടുള്ളത്. ആൻഡ് ദെൻ DNA ലിഗേസ് ജോയിൻസ് ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ്. അല്ലേ? ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ പ്രസന്റ് ഇൻ ലാഗിങ് സ്ട്രാൻഡ് എന്നുള്ളത്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ പ്രസന്റ് ഇൻ ലാഗിങ് സ്ട്രാൻഡ്. ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ആർ പ്രസന്റ് ഇൻ ലാഗിങ് സ്ട്രാൻഡ് എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഓർത്ത് വയ്ക്കണം. ആൻഡ് ലാഗിങ് സ്ട്രാൻഡിൻ്റെ ടെംപ്ലേറ്റ് ഓൺ ടെംപ്ലേറ്റ് 5', 3'. അല്ലേ? ഓൺ ടെംപ്ലേറ്റ് 5', 3'. സോ ഒക്കാസാക്കി ഫ്രാഗ്മെന്റ്സ് ഇൻ ലാഗിങ് സ്ട്രാൻഡ് ഓൺ ടെംപ്ലേറ്റ് 5', 3'. വളരെ കറക്റ്റായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ശരി. ഇപ്പോൾ DNA റെപ്ലിക്കേഷനിൽ നമ്മൾ സ്പീഡ് ഓർത്ത് വയ്ക്കണം. പിന്നെ ഓരോ എൻസൈമിൻ്റെ ഫംഗ്ഷൻ, പിന്നെ ലീഡിങ് സ്റ്റാൻഡ് എങ്ങോട്ട്? ലീഡിങ് സ്റ്റാൻഡ് ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക്. അല്ലേ? അപ്പോൾ ഇതാണ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ലീഡിങ് സ്റ്റാൻഡ് ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക് ആൻഡ് ലാഗിങ് സ്റ്റാൻഡ് അവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക് ആൻഡ് ടുവേർഡ്സ് ഓറി. ഇത് ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക്, ഇത് ലീഡിങ് സ്റ്റാൻഡ്. ലാഗിങ് സ്റ്റാൻഡ് അവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക് ടുവേർഡ്സ് ഓറി. അപ്പോൾ ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്? ഓൾവേസ് റിമെമ്പർ ദിസ് 3', 5', 5', 3'. എങ്ങനെ നമ്മളിത് പറഞ്ഞു? ഈ പൊളാരിറ്റി ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് 3', 5' ആയി, ഇത് 5', 3' ആക്കി ക്വസ്റ്റ്യൻ തന്നൂടെ? അപ്പോൾ ഇതാണ് ഓരി. ഡയറക്ഷൻ നമ്മളെപ്പോഴും താഴ്ത്തുനിന്ന് മുകളിലോട്ട് ടെംപ്ലേറ്റിൻ്റെ നോക്കേണ്ടത്. അപ്പോൾ 3', 5' ആണെങ്കിൽ അപ്പോൾ ഇവിടെ ലീഡിങ് സ്റ്റാൻഡ് ആവും, 5', 3' ഇതിൽ ലാഗിങ് സ്റ്റാൻഡ് ആവും. സോ ബൈ ഹാർട്ട് ചെയ്ത് പോയത് ഡയഗ്രാം കോൺസെപ്ച്വലി നന്നായി മനസ്സിലാക്കണം. ടെംപ്ലേറ്റ് 3', 5' ആണെങ്കിൽ യു വിൽ മേക്ക് ലീഡിങ് സ്റ്റാൻഡ് ടുവേർഡ്സ് റെപ്ലിക്കേഷൻ ഫോർക്ക്. ആൻഡ് ടെംപ്ലേറ്റ് 5', 3' ആണെങ്കിൽ യു വിൽ മേക്ക് ലാഗിങ് സ്റ്റാൻഡ് അവേ ഫ്രം റെപ്ലിക്കേഷൻ ഫോർക്ക്. സോ ദിസ് ഈസ് അബൌട്ട് DNA റെപ്ലിക്കേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ DNA കുറിച്ചിട്ട് ആദ്യം പഠിക്കണം. 5 കാര്യങ്ങൾ. ഏത്? 1, എക്സ്പെരിമെന്റ്സ് ടു പ്രൂവ് DNA ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. 2, സ്ട്രക്ചർ ഓഫ് DNA. 3, പാക്കേജിംഗ് ഓഫ് DNA. 4,
മെസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റ് നമ്മൾ പറയുകയാണെങ്കിലും അതിനെ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ പ്രൂവ് ചെയ്യൽ എന്ന് മനസ്സിലാക്കണം. ആൻഡ് ദെൻ ദിസ് DNA റെപ്ലിക്കേഷൻ ഇത്രയും കഴിയുമ്പോൾ നമ്മൾ RNA വേൾഡിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, കുറച്ച് കഴിഞ്ഞ കൊല്ലത്തെ NC ആണെങ്കിൽ പേജ് നമ്പർ 104 താഴെ എഴുതിയിട്ടുണ്ടാവും, ട്രാൻസ്ക്രിപ്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് എനി RNA and gene can code for any RNA, but we focus on mRNA. So process of formation of tRNA is also transcription, process of formation of rRNA is also transcription, process of formation of mRNA is also transcription from the template strand of DNA. അപ്പോൾ RNA വേൾഡിൽ നമ്മൾ RNA വേൾഡിൽ ഓർത്ത് വെക്കേണ്ട ഒരുപാട് പോയിന്റ്സ് ഉണ്ട്, പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള പോയിന്റ്സ്, അതിന് പുറമെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം RNA വേൾഡ് എന്ന് പറയുമ്പോൾ mRNA ഈസ് ഓൾസോ കോൾഡ്, സി ദർ ആർ 2 types ഓഫ് RNA എന്നുള്ളതാണ് നമ്മൾ ബ്രോഡ്ലി മനസ്സിലാക്കേണ്ട കുട്ടികളെ. 2 തരത്തിലുള്ള RNA ആണ് ഉള്ളത്. ഒന്ന് ജനറ്റിക് RNA ദാറ്റ് യു ഫൈൻഡ് ഇൻ ഫ്യൂ വൈറസസ്. 3 എക്സാമ്പിൾ മോളിക്കുലർ ബേസിസ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒന്ന് വാട്ട് ഈസ് സോ കോൾഡ് ആസ് QB ബാക്ടീരിയോഫേജ്, HIV, TMV. ഇതൊക്കെ RNA വൈറസസ് ആണ്. ഹ്യൂമൻ ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി വൈറസ് HIV, ടൊബാക്കോ മൊസൈക്ക് വൈറസ് TMV. ഇങ്ങനെ നമ്മളിത് മനസ്സിലാക്കണം. TMV, HIV, QB ബാക്ടീരിയോഫേജ് എന്ന് പറഞ്ഞിട്ടൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ടാവും. അത് RNA വൈറസ് ആണ് കേട്ടോ. QB ബാക്ടീരിയോഫേജ് വളരെ സിംഗിൾ സ്റ്റാൻഡേർഡ് ആണോ ഡബിൾ സ്റ്റാൻഡേർഡ് ആണോ എന്ന് നിങ്ങൾക്ക് പഠിക്കാനില്ല. പക്ഷേ QB ബാക്ടീരിയോഫേജ് ഈസ് എൻ RNA വൈറസ് എന്ന് വളരെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തു വയ്ക്കണം. പിന്നെ mRNA ഈസ് ഓൾസോ, mRNA ഈസ് ദ RNA. mRNAയിൽ എന്താ ഉണ്ടാവുക? അപ്പോൾ ഷോർട്ടിലൂടെ പറഞ്ഞാൽ ജനറ്റിക് നമ്മൾ എന്താണ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വെച്ചാൽ, ഇപ്പോൾ ജനറ്റിക് കോഡെന്നോ കോഡോന്നോ പറഞ്ഞാൽ ജനറ്റിക് കോഡ് ഓർ കോഡോൺ ഈസ് പ്രസൻറ്റ് ഇൻ വിച്ച് RNA? ഈസ് പ്രസൻറ്റ് ഇൻ mRNA എന്ന് നമ്മൾ ഓർത്ത് വയ്ക്കണം. ജനറ്റിക് കോഡ് ഓർ കോഡോൺ ഈസ് പ്രസൻറ്റ് ഇൻ mRNA എന്ന് ഓർത്ത് വയ്ക്കണം. ഇതിലൊരു സംശയവും പാടില്ല. പിന്നെ mRNA കുറിച്ചിട്ടാണ് കൂടുതലും പഠിക്കാനുള്ളത്. അപ്പോൾ mRNA നമ്മൾ സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് അറിയണം. അതിനു മുമ്പ് ഈ ഡെഫിനിഷൻസ് ഒക്കെ, ഫോർ എക്സാമ്പിൾ സിസ്ട്രോൺ എന്നാൽ എന്ത്? വാട്ട് ഈസ് സിസ്ട്രോൺ? റൈറ്റ്, ദിസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സിസ്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ എന്താ പറയുക, ജീൻ വിൽ ട്രാൻസ്ക്രൈബ് ടു ഫോം mRNA, rRNA. അതൊക്കെ പേജ് നമ്പർ 108 104 105 മെസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ സിസ്ട്രോൺ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇക്വിവാലൻറ്റ് ടു സ്ട്രക്ചറൽ ജീൻ ആദ്യം മനസ്സിലാക്കണം. അതായത് സിസ്ട്രോൺ തന്നെയാണ് സ്ട്രക്ചറൽ ജീൻ. അപ്പോൾ സിസ്ട്രോണിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക? ഫങ്ഷണൽ പാർട്ട് ഓഫ് ജീൻ വിച്ച് can code for a polypeptide chain or protein. See, this is very very important. പിന്നെ mRNA ഏത് ഭാഗം ടെംപ്ലേറ്റ്? ഇപ്പോൾ ക്യാപ്പ് ആൻഡ് ടെയിൽ യൂക്കാരിയോട്ടിക് mRNAയിൽ മാത്രമേ ഉണ്ടാവൂ, പ്രോകാരിയോട്ടിക് mRNAയിൽ ഉണ്ടാവില്ല. വളരെ ക്ലിയറായി വ്യക്തമായി നമ്മളത് മനസ്സിലാക്കണം. ഇപ്പോൾ ക്യാപ്പ് റീജിയനിൽ ഒരു 7-methyl guanosine triphosphate or 7-methyl guanylate ഉണ്ട് നമ്മൾ പറയില്ലേ? that is present in what is so called as eukaryotic mRNA. ക്യാപ്പും ടെയിലും യൂക്കാരിയോട്ടിക് mRNAയിലാണ് ഉണ്ടാവുക, പ്രോകാരിയോട്ടിക് mRNAയിലല്ല. ഫൈൻ. പിന്നെ mRNAയുടെ ട്രാൻസ്ലേഷൻ യൂണിറ്റ് ഭാഗത്തിലാണ് ട്രാൻസ്ലേഷൻ നടക്കുക. അത് വളരെ വ്യക്തമായിട്ട് അറിയണം. പിന്നെ സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെൻറ്റ് പഴയ NCERT ആണ്, അതായത് കഴിഞ്ഞ വർഷത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇക്കൊള്ളും കണ്ടൻറ്റും തന്നെ പേജ് നമ്പർ മാറുന്നു മാത്രം. സ്പ്ലിറ്റായി കിടക്കുക കാരണം നമുക്ക് ചില സമയത്ത് കോൺസെപ്റ്റ് കൃത്യമായിട്ട് മനസ്സിലാവാറില്ല. അപ്പോൾ mRNA പഠിക്കേണ്ട രീതി ആദ്യം സ്ട്രക്ചർ ഓഫ് mRNA ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കില്ലേ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിലാണ് സ്ട്രക്ചർ ഓഫ് mRNA NCERTയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്.
അതായത് ട്രാൻസ്ലേഷൻ എഴുതിയിട്ട് അവിടെ approximately മൂന്നാമത്തെ പാരഗ്രാഫിൽ എ ട്രാൻസ്ലേഷൻ യൂണിറ്റ് ഇൻ mRNA ഈസ് എ സീക്വൻസ് ഓഫ് RNA വിച്ച് ഈസ് ഫ്ലാങ്ക്ഡ് ബൈ എന്ന് പറഞ്ഞിട്ട് ഒരു അതാണ് സ്ട്രക്ചർ ഓഫ് mRNA. അപ്പോൾ ആ mRNAയിൽ എന്താ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് mRNA എങ്കിൽ ഇത് UTR1 ഇത് UTR2. അപ്പോൾ ഇവിടെ ക്യാപ്പ് റീജിയൻ ആയിരിക്കും, ഇവിടെ ടെയിൽ റീജിയൻ ആയിരിക്കും. ഇങ്ങനെ ഇത് ഉണ്ടാവും. ഈ ക്യാപ്പും ടെയിലും ഏതില്ല? യൂക്കാരിയോട്ടിക് mRNAയിൽ. പ്രോകാരിയോട്ടിക് mRNAയിൽ ക്യാപ്പും ടെയിലും ഇല്ല എന്നുള്ളത് നമ്മൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ഇൻ ദാറ്റ് കേസ് അപ്പോൾ mRNAയുടെ ക്യാപ്പും ടെയിലും ഓർത്ത് വയ്ക്കണം. ക്യാപ്പ് റീജിയൻ ആൻഡ് ടെയിൽ റീജിയൻ ഓഫ് mRNA is present only in eukaryotic mRNA. Eukaryotic mRNA. Prokaryotic mRNA ഇത് ഇല്ല. That is how it works. Fine? Okay. അപ്പോൾ പിന്നെ നമ്മൾ എന്താ പഠിക്കേണ്ടത്? സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ്. സ്പ്ലിറ്റ് ജീൻ അറേഞ്ച്മെന്റ് you will find only in eukaryotes. Prokaryotes അങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഇല്ല. Split genes you will find only in eukaryotes, not in prokaryotes. So ഇപ്പോൾ if you can see prokaryotes ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് വെച്ചാൽ ഇത് prokaryote ആണെങ്കിൽ prokaryote the genes are arranged one after the other simultaneously. So if this gene 1, if this gene 2, this gene 3, this gene 4 അങ്ങനെയാണെങ്കിൽ this will be cistron 1, this will be cistron 2, this will be cistron 3, this will be cistron 4. അപ്പോൾ പ്രോകാരിയോട്ടിൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ജീൻസ് ട്രാൻസ്ക്രിപ്ഷനിൽ പങ്കെടുക്കും. You know what is functional part of gene I told? Cistron. And these multiple cistron will form single molecule of mRNA with multiple translation unit. Cistron ആണ് mRNAയുടെ ട്രാൻസ്ലേഷൻ യൂണിറ്റ് വരിക. അപ്പോൾ ഇത് 5', ഇത് 3', ഇത് ട്രാൻസ്ലേഷൻ യൂണിറ്റ് 1, 2, 3, 4. So this mRNA that is formed in prokaryotes, mRNAയിലുള്ള this mRNA formed in prokaryote is the copy of many genes or many cistron, and such type of mRNA is called polycistronic mRNA അല്ലേ? പക്ഷെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർലി ഒരു മോസ്റ്റ്ലി ഇൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടാവും. മോസ്റ്റ്ലി ഇൻ പ്രൊകാരിയോട്സ് ആൻഡ് ബാക്ടീരിയ അങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ആ മോസ്റ്റ്ലി വേർഡിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. സ്പ്ലിറ്റ് ജീൻ ഈസ് ആബ്സെന്റ് ഇൻ പ്രൊകാരിയോട്ട് ബട്ട് സ്പ്ലിറ്റ് ജീൻ ഈസ് പ്രസന്റ് ഇൻ യൂകാരിയോട്സ്. സോ യൂകാരിയോട്സിൽ എങ്ങനെയാണ്? യൂകാരിയോട്സിൽ ഇവിടുന്ന് ഇവിടം വരെ ഒരു സീക്വൻസ് ആണ്. സപ്പോസ് ഇതാണ് കോഡിംഗ് സീക്വൻസ് എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതായിരിക്കും നോൺ കോഡിംഗ് സീക്വൻസ്. അപ്പോൾ ഇതായിരിക്കും കോഡിംഗ് സീക്വൻസ്. കണ്ടു? ഇത്തരത്തിലുള്ള ജീനിനെ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ജീൻ. Means you know that most important part of DNA is sequence of nitrogen bases. So in this sequence of nitrogen bases there are coding sequences, non-coding sequences. So this is what is split gene. So this is your gene template 3' to 5'. And this will undergo a process which is called transcription, resulting in the formation of heterogeneous nuclear RNA. ഓർക്കുന്നുണ്ടോ? Heterogeneous nuclear RNA. And in heterogeneous nuclear RNA, this coding sequence is otherwise called exon, and non-coding sequence is otherwise called intron. And this is your exon. So you got exon, you got intron, you got exon. You see exon, intron, exon. So this hnRNA is converted to mRNA by RNA processing. അപ്പോൾ ഈ RNA processing എന്ന് പറഞ്ഞ വേർഡ് സാറേ NCERTയിൽ ഉണ്ടോ ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഈ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടല്ലോ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ താഴെ ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് ഉണ്ടാവും. ആ ജീൻ റെഗുലേഷൻ ഇൻ യൂക്കാരിയോട്സ് ഒക്കർസ് അറ്റ് 4 ലെവൽസ് ഉണ്ട്. 1 ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, 2 പ്രോസസ്സിംഗ് ലെവൽ എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ പ്രോസസ്സിംഗ് ലെവൽ ശരിക്കും ഇവിടെയാണ് എഴുതേണ്ടത്. ഇതാണ് RNA പ്രോസസ്സിംഗ്.
സോ RNA പ്രോസസ്സിങ് അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ക്യാപ്പിംഗ്. ഇപ്പോൾ ചില കുട്ടികൾ ചോദിക്കും, സാറേ സ്പ്ലൈസിംഗ് എന്നാണല്ലോ പാരഗ്രാഫിൽ ആദ്യം ബോൾഡായി കൊടുത്തിരുന്നത്. സമ്മതിച്ചു. പക്ഷേ പേജ് നമ്പർ 110 അതായത് ക്യാപ്പിംഗ്, ടൈലിംഗ്, സ്പ്ലൈസിംഗ് എന്ന് എഴുതിയ ആ പേജുണ്ടല്ലോ NCERT, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ RNA പ്രോസസ്സിങ്ങിൻ്റെ ഒരു ഡയഗ്രാം ഉണ്ട്. അതിൽ ആദ്യം വ്യക്തമായി കാണാം ക്യാപ്പിംഗ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് പോളി എ ടെയിൽ, പിന്നെ റൗണ്ട് സ്ട്രക്ചർ സ്പ്ലൈസിയോസോംസ് ആണ്, അതാണ് സ്പ്ലൈസിങ്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് ക്യാപ്പിംഗ്. ഏതാ മോളിക്യൂൾ അത് ഓർത്ത് വെക്കണം, പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7-methyl guanosine triphosphate. അത് കഴിഞ്ഞാൽ ടെയിലിംഗ് അല്ലേ, എഡീഷൻ ഓഫ് അബൌട്ട് 200 to 300 എഡ്നീൻ ന്യൂക്ലിയോടൈഡ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തതാണ് സ്പ്ലൈസിങ്. സ്പ്ലൈസിംഗ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഇൻട്രോൺസ് ആൻഡ് ജോയിനിങ് exon to form mRNA, and that mRNA is much shorter, and that is the copy of only one gene, one cistron, and this is monocistronic mRNA. വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മോണോസിസ്ട്രോണിക് mRNA അതും മോസ്റ്റ്ലി എന്ന് എഴുതിയിട്ടുണ്ടാവും, മോസ്റ്റ്ലി ഇൻ യൂക്കാരിയോട്സ്. അപ്പോൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. അപ്പോൾ RNA പ്രോസസ്സിംഗ് ഒക്കെ ഇൻസൈഡ് ന്യൂക്ലിയസ്, അത് ആ ഭാഗം വളരെ പിന്നെ the points like what represent the dominance of RNA world. Suppose the question is what represent the dominance of RNA world, what is the answer? RNA processing. What represent the dominance of RNA world എന്ന് ചോദിച്ചാൽ RNA processing. RNA processing occur only in eukaryotes. കാരണം ക്യാപ്പ്, ടെയിൽ, സ്പ്ലിറ്റ് ജീന്, എക്സോൺ എന്ന് വെച്ചാൽ കോഡിംഗ് സീക്വൻസസ്, ഇൻട്രോൺ എന്ന് വെച്ചാൽ നോൺ കോഡിംഗ് സീക്വൻസസ്. വളരെ ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കണം. ഇത്രയും കഴിയുമ്പോൾ നമ്മൾ RRNA കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താ, ഇതാണ് RRNA ഈസ് പ്രസന്റ് ഇൻ റൈബോസോം, ആൻഡ് റൈബോസോം ഹാസ് അബൌട്ട് 80 പ്രോട്ടീൻസ് എന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇതെന്താ 50 years, ഇതെന്താ 30 years. അപ്പോൾ ഇവിടെ ഒരു റൈബോസൈം ഉണ്ട് 23 years അല്ലേ. അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. ഇത് ഓർത്ത് വയ്ക്കണം, പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്, റൈറ്റ്. ഇത് യൂക്കാരിയോട്ട് ആണെങ്കിൽ 28 S ആവും. ആൻഡ് യു നോ ദാറ്റ് ദിസ് ഈസ് റൈബോസൈം. പിന്നെ റൈബോസൈമിൻ്റെ ഡെഫിനേഷൻ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. RNA വിത്ത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഓർ നോൺ പ്രോട്ടീനീഷ്യസ് എൻസൈം. നോൺ പ്രോട്ടീനീഷ്യസ് എൻസൈം ഓർ RNA വിത്ത് എൻസൈമാറ്റിക് ആക്ടിവിറ്റി, ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഫൈൻ. സോ ദിസ് ഈസ് ഹൗ RRNA. TRNA നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? TRNAയിലെ ആ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിന് തൊട്ട് മുമ്പേ TRNA കുറിച്ചിട്ട് ഡാറ്റ കൊടുത്തിട്ടുണ്ടാവും. ദാറ്റ് TRNA ഈസ് അമിനോ ആസിഡ് സ്പെസിഫിക്, അമിനോ ആസിഡ് ഈസ് നോട്ട് സ്പെസിഫിക് ടു TRNA എന്നുള്ളൊരു പോയിന്റ് അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് TRNA ഈസ് അമിനോ ആസിഡ് സ്പെസിഫിക് എന്ന് എഴുതിയിട്ടുണ്ടാവും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചർ, ഇൻവെർട്ടഡ് എൽ സ്ട്രക്ചറിൽ അമിനോ ആസിഡ് എവിടെ, ഇത് 5' ആണെങ്കിൽ 3' അമിനോ ആസിഡ് ഉള്ളത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. പിന്നെ ഇത് mRNA ആണ് വരച്ചെടുക്കുന്നത്. അപ്പോൾ mRNAയിൽ ഇപ്പോൾ UGG എന്ന് പറഞ്ഞ കോഡോൺ ഉണ്ട് വെച്ചാൽ ഇവിടെ ACC ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ AGU എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. ടെക്സ്റ്റ് ബുക്ക് തന്നെ അറിയണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ കോഡോൺ AGU, കോഡോൺ എന്ന് വെച്ചാൽ 5', 3'. mRNAയിലാണല്ലോ കോഡോൺ അല്ലെങ്കിൽ ജനറ്റിക് കോഡ് ഉണ്ടാവുക. അപ്പോൾ ആൻറ്റികോഡോൺ UCA ആൻഡ് ദിസ് വിൽ ബി സെറീൻ. ഇത് വളരെ ക്ലിയറായി മനസ്സിലാക്കണം. TRNA, RRNA കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്രൈറ്റീരിയ ഫോർ ബീങ് ജനറ്റിക് മെറ്റീരിയൽ 4 പോയിന്റുകളെയും ലൈറ്റ്ലി എടുക്കരുത്. should be able to generate its own replica, should be chemically and structurally stable, should also provide scope for small changes required for evolution, should express in Mendelian pattern of inheritance. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിയണം. പിന്നെ ജനറ്റിക് കോഡ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിനെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, കുറേ കുട്ടികൾക്ക് അത് സംശയമാണ്. ജനറ്റിക് കോഡ്, ഒന്നാമത് ജനറ്റിക് കോഡിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യണം. ഒന്ന്, നമ്മൾ ഈ സയൻറ്റിസ്റ്റ്, ഏതൊക്കെ സയൻറ്റിസ്റ്റ്, ജോർജ് ഗാമോ എന്താ ചെയ്ത്, ജോർജ് ഗാമോ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റ് ഈ തിയറിറ്റിക്കലി പ്രപ്പോസ് ദ ജനറ്റിക് കോഡ് ഇസ് എ ട്രിപ്ലെറ്റ്. 2, ജോർജ് ഗാമോ കഴിഞ്ഞാൽ നമ്മൾ ഹർഗോബിന്ദ് ഖുറാനയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കണം. ഹർഗോബിന്ദ് ഖുറാന, ഈ ഹർഗോബിന്ദ് ഖുറാന എന്ന് പറയുമ്പോൾ ഹോമോപോളിമേഴ്സ്, കോപോളിമേഴ്സ്, ഡിഫൈൻ കോമ്പിനേഷൻ ഓഫ് ബേസിസ്. 3, ജോർജ് ഗാമോ, ഹർഗോബിന്ദ് ഖുറാന. മാർഷൽ നീറൻബർഗിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താ, സെൽഫ് ഫ്രീ സിസ്റ്റം എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. ആൻഡ് ഡെസിഫേർഡ് കോഡോൺ എന്ന് എഴുതിയിട്ടുണ്ടാവും. 4, സെവറോ ഒക്കോവ,
Sevrocoa, what is the contribution of Sevrocoa? Sevrocoa discovered the enzyme polynucleotide phosphorylase. Polynucleotide phosphorylase എന്ന എൻസൈം പുള്ളിയാണ് ഡിസ്കവർ ചെയ്തത്. നമുക്ക് വ്യക്തമായിട്ട് ഓർത്ത് വെക്കണം ഈ പേര്. ഇറ്റ്സ് നോട്ട് ഈസി ടു റിമെമ്പർ ദിസ് നെയിം. സോ മൈ സജഷൻ, focus and memorize this one. This year also this name for NEET exam is very, very important. So CoA enzyme എന്ന് ഇതിനെ പറയും, PNP എന്നും പറയും. പിന്നെ നമ്മൾ എന്താ ഓർത്ത് വെക്കേണ്ടത് വെച്ചാൽ ഇതൊരു RNA polymerase ആണ് കേട്ടോ. സോ ദിസ് ക്യാൻ ബി യൂസ് ടു സിന്തസൈസ് DNA സഹായം ഇല്ലാതെ RNA ഉണ്ടാക്കണമെങ്കിൽ ഈ റിക്വയർ പോളിന്യൂക്ലിയോടൈഡ്. DNA സഹായം ഇല്ലാതെ DNA ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് RNA polymerase ആണിത്. DNA ടെംപ്ലേറ്റ് ഇൻഡിപെൻഡൻറ്റ് RNA polymerase. അതാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ടാവുക ജനറ്റിക് കോഡ് ചാർട്ടിന് മേലെ. Sevrocoa discovered the enzyme polynucleotide phosphorylase which can be used to synthesize RNA with defined combination of bases in template independent manner. Template independent manner എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ പോളിന്യൂക്ലിയോടൈഡ് ഫോസ്ഫോറൈലേസ് ഇത്രയും പേരുടെ കോൺട്രിബ്യൂഷൻ പഠിച്ചതിന് ശേഷം ദെൻ യു ആർ സപ്പോസ് ടു മെമ്മറൈസ് ജനറ്റിക് കോഡ് ചാർട്ട്. മെമ്മറൈസ് ചെയ്ത് വെക്കണം. അവിടുന്ന് ഇതൊക്കെയാണ് കോഡോൺ, അപ്പോൾ ഏതൊക്കെ അമിനോ ആസിഡ് ആവാം, വരുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ ഏതൊക്കെ അമിനോ ആസിഡ് ആവാം എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം. ആൻഡ് ഫൈനലി ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്. ഫീച്ചേഴ്സിൽ നമ്മളൊന്നും വിടാൻ പറ്റില്ല. ഫീച്ചേഴ്സിൽ ഇപ്പോൾ എല്ലാവരും പറയും ഡീജനറസി ഇമ്പോർട്ടൻ്റ്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സിംഗിൾ ജനറ്റിക് കോഡിൻ്റെ ഡെഫിനിഷൻ, എ സീരീസ് ഓഫ് 3 nucleotide based sequences on mRNA which can code for an amino acid. There are 64 codons, out of which 61 code for 20 naturally occurring amino acids, and 3 do not code for amino acid. They are called stop codon. Initiator codon is AUG. AUG is also called dual function codon. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദ്യം വരും, ഡ്യുവൽ ഫംഗ്ഷൻ കോഡോൺ ഏത്? ഇങ്ങനെയൊക്കെ ഇതൊക്കെ വളരെ ക്ലിയർ ആയിരിക്കണം. ഡ്യുവൽ ഫംഗ്ഷൻ കോഡോൺ ഏത് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഡ്യുവൽ ഫംഗ്ഷൻ കോഡോൺ. പിന്നെ ഡീജനറസി അല്ലേ, ഒരു അമിനോ ആസിഡിന് ഒന്നിൽ കൂടുതൽ കോഡോൺസ് ഉണ്ടെങ്കിൽ, ഇഫ് വൺ അമിനോ ആസിഡ് ഹാസ് മോർ ദൻ വൺ കോഡോൺ, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ആസ് ഡീജനറസി. പിന്നെ കോഡോൺസ് ആർ അമിനോ ആസിഡ് സ്പെസിഫിക്. പഴയ NCERT അൺആംബിഗ്യൂസ് എന്നിട്ടൊരു വേർഡ് എഴുതിയിട്ടുണ്ടാവും, ഓർത്ത് വെക്കണം. ബേസിക് ഇംഗ്ലീഷും കൂടിയാണ് ഇത്. അൺആംബിഗ്യൂസ് എന്ന് വെച്ചാൽ കോഡോൺസ് ആർ അമിനോ ആസിഡ് സ്പെസിഫിക്. കോഡോൺസ് ആർ അമിനോ ആസിഡ് സ്പെസിഫിക്. കോഡോൺസ് ആർ അമിനോ ആസിഡ് സ്പെസിഫിക്. അതായത് ഒരു പർട്ടിക്കുലർ കോഡോൺ ഒരു പർട്ടിക്കുലർ അമിനോ ആസിഡിന് വേണ്ടി മാത്രമേ കോഡ് ചെയ്യൂ എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ. പിന്നെ നോൺ ഓവർലാപ്പിംഗ് ആണ്. പങ്ക്ച്വേഷൻ, ആ പോയിന്റൊക്കെ വളരെ കൃത്യമായിട്ട് വരണം. നോൺ ഓവർലാപ്പിംഗ്, no punctuation is used while you use genetic code. It is almost universal except few codons in mitochondria and some protozoans എന്ന് എഴുതിയിട്ടുണ്ടാവും. ആ പോയിന്റ് വളരെ. അപ്പോൾ ജനറ്റിക് കോഡ് ഒരു കോഡോൺ കഴിഞ്ഞ ഉടനെ ട്രാൻസ്ക്രിപ്ഷൻ ഒരു ടോപ്പിക്ക് കുട്ടികൾ പഠിക്കണം. കുട്ടികൾ പഠിക്കുമ്പോൾ ട്രാൻസ്ക്രിപ്ഷനെ നമ്മൾ ആദ്യം ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് തന്നെ പല തവണയും നമുക്ക് സംശയം വരാറുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ് എന്ന് പഠിക്കണം. അതിൽ പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ, ടെർമിനേറ്ററിൻ്റെ പൊസിഷൻ, ടെംപ്ലേറ്റ്, സ്ട്രക്ചറൽ ജീന്, ഏത് കോംപ്ലിമെൻ്ററി ഏത് സിമിലർ, അതായത് ടെംപ്ലേറ്റ് ആൻഡ് mRNA കോംപ്ലിമെൻ്ററി, കോഡിംഗ് സ്റ്റാൻഡ് ആൻഡ് mRNA സിമിലർ എക്സെപ്റ്റ് ഫോർ തൈമിൻ ആൻഡ് യുറാസിൽ. അത് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ് പഠിക്കണം. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ് ആദ്യം പഠിക്കാം. പ്രോകാരിയോട്സ് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക പ്രോകാരിയോട്ടിൽ RNA polymerase 1 2 3 ഇല്ല. പ്രോകാരിയോട്ടിൽ RNA polymerase 1 2 3 ഇല്ല. പ്രോകാരിയോട്ടിൽ RNA polymerase 1 2 3 എന്നുള്ളതൊന്നും ഇല്ല. പിന്നെ എന്താ പറയുക, സിഗ്മ ഫാക്ടർ ഈസ് ഇനീഷ്യേഷൻ ഫാക്ടർ ഇൻ പ്രോകാരിയോട്സ് ഓൺലി. കുട്ടികൾ വളരെ ക്ലിയറായി മനസ്സിലാക്കണം. സിഗ്മ ഫാക്ടർ എന്ന് പറഞ്ഞ ഫാക്ടർ ഉണ്ടല്ലോ, അത് പ്രോകാരിയോട്ടിൽ മാത്രമേ ഉള്ളൂ, യൂകാരിയോട്ടിലില്ല. യൂകാരിയോട്ടിൽ ഫാക്ടർ ഉണ്ട്, പക്ഷേ ഒരേ ഫാക്ടർ അല്ല. അതേപോലെ റോ ഫാക്ടർ ഈസ് ദ ടെർമിനേഷൻ ഫാക്ടർ ഇൻ യൂകാരിയോട്സ്. റോ ഫാക്ടർ ഈസ് ടെർമിനേഷൻ ഫാക്ടർ എന്നൊക്കെ പറയാറില്ലേ. റോ ഫാക്ടർ, ടെർമിനേഷൻ ഫാക്ടർ ഇൻ പ്രോകാരിയോട്സ്. അത് സിഗ്മ ഫാക്ടറും റോ ഫാക്ടറും ഇനീഷ്യേഷൻ ഫാക്ടർ ആൻഡ് ടെർമിനേഷൻ ഫാക്ടർ ഓൺലി ഇൻ പ്രോകാരിയോട്സ്. യൂകാരിയോട്ടിൽ ഫാക്ടർ വേറെ.
സോ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് അപ്പോൾ പ്രൊമോട്ടറിൻ്റെ ഫംഗ്ഷൻ എന്താ? ടെംപ്ലേറ്റും കോഡിംഗ് സ്റ്റാൻഡും കോംപ്ലിമെൻറ്റാരിറ്റി അറിയണം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിന് വരുന്ന mRNAയിൽ വന്ന TRNയുടെ സീക്വൻസ് എങ്ങനെയായിരിക്കും അറിയണം. കാരണം ടെംപ്ലേറ്റും mRNAയും കോംപ്ലിമെൻ്ററി ആയിരിക്കും. ആ mRNAയുടെ കോഡോൺ ആൻറ്റികോഡോൺ കോംപ്ലിമെൻ്ററി ആയിരിക്കും. അപ്പോൾ TRNയുടെ സീക്വൻസും ടെംപ്ലേറ്റിൻ്റെ സീക്വൻസും ഒരേപോലെ ആയിരിക്കും. ആ കോൺസെപ്റ്റ്. പിന്നെ പ്രൊമോട്ടറിൻ്റെ പൊസിഷൻ, ടെർമിനേറ്ററിൻ്റെ പൊസിഷൻ, all these things you should know very clearly. And then you should know transcription in eukaryotes. അങ്ങനെയാണ് നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ്. സോ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ് എന്ന് പറയുമ്പോൾ യു ഷുഡ് റിമെമ്പർ 3 തരത്തിലുള്ള RNA പോളിമറേസ് 1, 2, 3. പിന്നെ RNA പോളിമറേസ് 1 ട്രാൻസ്ക്രൈബ് ടു ഫോം rRNA, അതും 5.8s, 18s and 28s. RNA polymerase 2 transcribed to form hnRNA. RNA polymerase 3 transcribed to form tRNA, snRNA, 5s rRNA. പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞ ഉടനെ hnRNA ആണ് വരിക. ആ hnRNAയിലെ കോഡിംഗ് സീക്വൻസിനെ പറയുന്ന പേരാണ് എക്സോൺ, നോൺ കോഡിംഗ് സീക്വൻസിനെ പറയുന്ന പേരാണ് ഇൻട്രോൺ. hnRNA ആണ് നമ്മൾ mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോഴാണ് ക്യാപ്പിംഗ്, ടൈലിംഗ്, സ്പ്ലൈസിങ് നടക്കുക. ഈ വക പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. പിന്നെ mRNA മോസ്റ്റ്ലി മോണോസിസ്റ്റോണിക് ആണെന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്. ട്രാൻസ്ക്രിപ്ഷൻ. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആദ്യം പഠിക്കണം. അത് കഴിഞ്ഞ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ് വ്യക്തമായി അറിയണം. ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്. ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ പഠിക്കണം, സ്ട്രിക്ട്ലി ആസ് പെർ NCERT. ട്രാൻസ്ലേഷൻ്റെ ഇനീഷ്യൽ ഫേസ് ഓഫ് ട്രാൻസ്ലേഷൻ ഈസ് കോൾഡ് ചാർജിങ് ഓർ ആക്ടിവേഷൻ ഓർ അമിനോ അസൈലേഷൻ ഓഫ് TRNA എന്നിട്ടൊരു കോൺസെപ്റ്റ് ഉണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും കൂടിയാണത്. PYQ ആണ് ഓൾറെഡി. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനാണ്. സോ ഇങ്ങനെയാണ് നമ്മളിത് മനസ്സിലാക്കുക. അപ്പോൾ ട്രാൻസ്ലേഷനിൽ ഇനീഷ്യൽ ഫേസ് ചാർജിങ് ഓഫ് TRNA, 3 സ്റ്റെപ്പ്: ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ. പിന്നെ സീക്വൻസ് വളരെ കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് mRNA എങ്കിൽ ആദ്യം സ്മോളർ സബ്യൂണിറ്റ് ഓഫ് റൈബോസോം, പിന്നെ ചാർജ് TRNA, പിന്നെ ലാർജർ സബ്യൂണിറ്റ് ഓഫ് റൈബോസോം. ഈ സീക്വൻസ് കറക്റ്റായിട്ട് അറിയണം. പിന്നെ ഈ റൈബോസൈം 23S അല്ലേ, ഏതാ? പെപ്റ്റിഡൈൽ ട്രാൻസ്ഫറേസ്. റൈബോസൈം. ആൻഡ് യു നോ റൈബോസൈം ഈസ് നോൺ പ്രോട്ടീനേഷ്യസ് എൻസൈം ഓർ RNA വിത്ത് എൻസൈമാറ്റിക് ഓർ കാറ്റലൈറ്റിക് ആക്ടിവിറ്റി. ഇങ്ങനെ നമ്മളിതിനെ ഡിഫൈൻ ചെയ്യാം. സോ ട്രാൻസ്ലേഷൻ്റെ എൻഡിൽ പിന്നെ പ്രോട്ടീൻ ബയോസിന്തസിസ് എന്ന് കൊണ്ടുവരുന്ന ഒരു പുതിയൊരു കോൺസെപ്റ്റ്, പുതിയത് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ സാറന്മാരും പഠിപ്പിക്കാറുള്ളതാണ്. പ്രോട്ടീൻ ബയോസിന്തസിസ് എന്നുണ്ട്. എന്താണ് ഈ പ്രോട്ടീൻ ബയോസിന്തസിസ്? പ്രോകാരിയോട്ടിൽ എങ്ങനെ അറിയോ? പ്രോകാരിയോട്ടിൽ learn with me. In prokaryotes, whatever protein is formed after translation, it is biologically active. അതായത് പ്രോകാരിയോട്ടിൽ ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് വരുന്ന പ്രോട്ടീൻ ഉണ്ടല്ലോ, അത് ബയോളജിക്കലി ആക്റ്റീവാണ്. യൂക്കാരിയോട്ടിൽ അങ്ങനെയല്ല. യൂക്കാരിയോട്ടിൽ നമ്മുടെ മോണോസിസ്റ്റോണിക് mRNA ആണ്. അപ്പോൾ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനാണ് ഉണ്ടാവുക. നമ്മുടെ കേസിൽ എങ്ങനെയാ വെച്ചാൽ, യൂക്കാരിയോട്ടിൽ എങ്ങനെയാ വെച്ചാൽ, after translation whatever protein is formed, it has to be taken to Golgi complex. നമ്മുടെ കേസിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. ലെറ്റ് മി ഷോ യു. അതായത് ട്രാൻസ്ലേഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് mRNA എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് ഗോൾജി കോംപ്ലക്സ് എന്ന് വിചാരിക്കുക. ഇമാജിൻ ദിസ് ഇസ് ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു, ഒരു പ്രോട്ടീൻ വന്നു. ട്രാൻസ്ലേഷൻ കഴിഞ്ഞു, ഒരു പ്രോട്ടീൻ വന്നു. ട്രാൻസ്ലേഷൻ കഴിഞ്ഞു, ഒരു പോളിപെപ്റ്റൈഡ് അല്ലെങ്കിൽ പ്രോട്ടീൻ വന്നു. ഈ 3 എണ്ണത്തിന്, ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ, ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ, പിന്നെ ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ, 3 എണ്ണത്തിനെയും ഗോൾജി കോംപ്ലക്സിൽ കൊണ്ടുപോകണം. അതിന് ചാപ്പറോൺസ് എന്നിട്ട് പ്രോട്ടീൻ ഉണ്ട്, ട്രാൻസ്പോർട്ടിംഗ് പ്രോട്ടീൻസ്, ചാപ്പറോൺസ് എന്നാണ് പറയുക. So these chaperones will take into Golgi complex, and inside Golgi complex, primary structure ആണോ, secondary structure ആണോ, tertiary structure ആണോ, quaternary structure ആണോ, whatever the structure may be, ആ structure ഇതിന് കൊടുക്കും. Only after that it will become biologically active. So this is what is protein biosynthesis. അപ്പോൾ protein biosynthesis നമ്മൾ മനസ്സിലാക്കേണ്ടത്, ട്രാൻസ്ലേഷൻ അതും പ്രോട്ടീൻ ബയോസിന്തസിസിൻ്റെ ഭാഗമാണ്. പക്ഷേ പ്രോട്ടീൻ ഉണ്ടാക്കിയതിന് ശേഷം ആ പ്രോട്ടീനെ നമ്മൾ ഗോൾജി കോംപ്ലക്സിലേക്ക് കൊണ്ടുപോകണം. ഗോൾജി കോംപ്ലക്സിൽ കൊണ്ടുപോയാൽ
there it will undergo further modification. That is why Golgi complex is called packaging apparatus of the cell. In the packaging apparatus, which is packaging apparatus of the cell. What is that? Golgi complex. So that is what you are supposed to understand. Golgi complex. അപ്പോൾ പോസ്റ്റ് ട്രാൻസ്ലേഷണൽ മോഡിഫിക്കേഷൻ നമ്മൾ ഗോൾജി കോംപ്ലക്സിലേക്കാണ് കൊണ്ടുപോകുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് അടുത്ത ചാപ്റ്റർ. അപ്പോൾ ആദ്യം എക്സ്പെരിമെന്റ്സ് ടു പ്രൂവ് DNA ഇസ് എ ജനറ്റിക് മെറ്റീരിയൽ കൃത്യമായി അറിയണം. സ്ട്രക്ചർ ഓഫ് DNA പഠിക്കേണ്ട രീതി പറഞ്ഞു തന്നിരുന്നു. പാക്കേജിംഗ് ഓഫ് DNA, സെമി കൺസർവേറ്റീവ് മെസൽസ് ആൻഡ് സ്റ്റോൾ എക്സ്പെരിമെന്റ്, DNA റെപ്ലിക്കേഷൻ, പിന്നെ mRNA സ്ട്രക്ചർ എവിടെയാണെന്ന് പറഞ്ഞു, നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് വളരെ വ്യക്തമായി അറിയണം. സ്കാറ്റേഡായി കിടക്കുന്നതുകൊണ്ട് സംടൈംസ് യു ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഒരു സീക്വൻസിൽ കൃത്യമായി പോയി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വെരി വെരി ഈസി. പിന്നെ പോളിസിസ്ട്രോണിക് എന്താണ്, മോണോസ്ട്രോണിക് എന്താണ്, വളരെ വ്യക്തമായി അറിയണം. ക്യാപ്പിംഗ്, ടെയിലിംഗ്, സ്പ്ലൈസിങ് എവിടെ, എന്തിന്, ഏത് mRNA കറക്റ്റായിട്ട് അറിയണം. പിന്നെ RNA റൈബോസൈം ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ റൈബോസോമിലാണ് RNA ഉള്ളത് എന്നുള്ളത്. പിന്നെ TRNA കുറിച്ച് പഠിച്ചു. ക്രൈറ്റീരിയ ഫോർ ബീങ് ജനറ്റിക് കോഡ് എങ്ങനെ പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. ട്രാൻസ്ക്രിപ്ഷനെ 3 ആയിട്ട് പിരിക്കണം. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്, പിന്നെ ട്രാൻസ്ലേഷൻ. ഇനി 3 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞുതരാം. 1, ജീൻ റെഗുലേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. ലാക്കോപ്രോൺ എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ലേ, അതിനെ നമ്മൾ ജീൻ റെഗുലേഷൻ ആണ് മനസ്സിലാക്കേണ്ടത്. അതായത് ബാക്ടീരിയൽ സെല്ലിൽ ജീൻസ് എങ്ങനെ വർക്ക് ചെയ്യുക, അതിൻ്റെ ഒരു മോഡലാണ് ലാക്കോപ്രോൺ മോഡൽ. അതിൽ നന്നായി പേജ് നമ്പർ മീൻസ് പഴയ NCERT ആണെങ്കിൽ 216 മുതൽ ഇപ്പോൾ ആ ഡയഗ്രാം ബേസ് ക്വസ്റ്റ്യനും ആവാം, അല്ലെങ്കിൽ തിയറി ബേസ് ക്വസ്റ്റ്യനും ആവാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇതിൽ എന്ന് വെച്ചാൽ, ട്രാൻസ്ലേഷന് തൊട്ട് താഴെ ഒരു 4 പോയിന്റ് എന്നുണ്ടാവും. ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ഓഫ് mRNA ടു സൈറ്റോപ്ലാസം എന്നിട്ടൊക്കെ കുറച്ച് വേർഡ്സ് തന്നു. അപ്പോൾ വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രോകാരിയോട്ടിക് ആൻഡ് യൂകാരിയോട്ടിക് ജീൻ റെഗുലേഷൻ എന്ന് എഴുതിയാന്ന് വിചാരിക്കുക. അപ്പോൾ ആൻസർ ഈസ് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ. അതായത് ട്രാൻസ്ക്രിപ്ഷൻ ലെവലിൽ നിന്ന് തന്നെ പ്രോകാരിയോട്ടും യൂകാരിയോട്ടിൻ്റെ ജീൻ എക്സ്പ്രഷൻ റെഗുലേഷൻ മാറും. പിന്നെ നമ്മൾ ലാക്ടോസിൻ്റെ വേറൊരു പേരാണ് ബീറ്റാ ഗാലക്ടോസൈഡ് എന്നുള്ളത് ഓർത്ത് വെക്കണം. ലാക്ടോസ് ഈസ് അതർവൈസ് കോൾഡ് ബീറ്റാ ഗാലക്ടോസൈഡ്. ബീറ്റാ ഗാലക്ടോസിഡേസ് അല്ല, ബീറ്റാ ഗാലക്ടോസൈഡ് എന്നുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കണം. പിന്നെ ഈ ജീൻ റെഗുലേഷൻ എന്ന് വെച്ചാൽ ഓപ്രോൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ജീൻസ് എന്നല്ലേ. ഗ്രൂപ്പ് ഓഫ് ജീൻസ് വിച്ച് വർക്ക് ടുഗദർ ടു ബ്രിങ് അബൌട്ട് ഗ്രൂപ്പ് ഓഫ് ജീൻസ് വിച്ച് വർക്ക് ടുഗദർ ടു ബ്രിങ് അബൌട്ട് കോമൺ ഫിസിയോളജിക്കൽ എഫക്റ്റ് ഇൻസൈഡ് ദ സെൽ. അതിനെയാണ് നമ്മൾ ഓപ്രോൺ. സോ ഗ്രൂപ്പ് ഓഫ്, അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇൻ ലാക്കോപ്രോൺ യു ആർ സ്റ്റഡിങ് ലാക്ടോസ് മെറ്റബോളിസം. എന്താണ് ലാക്കോപ്രോൺ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. അതായത് സെല്ലിൻ്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് ഇല്ല. സെല്ലിൻ്റെ ഉള്ളിൽ വളരെ ഓവർവ്യൂ ആയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് എങ്ങനെ ഓർത്ത് വെക്കേണ്ടത് വെച്ചാൽ, സെല്ലിൻ്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് ഇല്ല. ഇപ്പോൾ സെല്ലിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഗ്ലൂക്കോസ് ഇല്ല, എന്നാൽ പുറത്ത് ലാക്ടോസ് ഉണ്ടേനും. അതായത് സെല്ലിൻ്റെ പുറത്ത് ലാക്ടോസ് ഉണ്ട്. അപ്പോൾ സെല്ല് എന്ത് ചെയ്യും, ഈ ലാക്ടോസിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്യാന്ന് വെച്ചാൽ അതിന് മെക്കാനിസം ഉണ്ടല്ലോ, പെർമിയേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് സെല്ലിൻ്റെ ഉള്ളിൽ ഈ ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഗ്ലൂക്കോസ് ഇല്ലായ്മ പരിഹാരം. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെ എഴുതിയിട്ടുണ്ടാവുക വെച്ചാൽ, ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രിഫേർഡ് സോഴ്സ് ഓഫ് കാർബൺ സച്ച് ആസ് ഗ്ലൂക്കോസ് വെൻ ലാക്ടോസ് ഈസ് പ്രൊവൈഡ് ടു ദ ഗ്രോത്ത് മീഡിയം. അപ്പോൾ ലാക്കോപ്രോൺ എന്ന് വെച്ചാൽ എങ്ങനെയാണ് ബാക്ടീരിയൽ സെൽ ലാക്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യുക. അതായത് പുറത്തുള്ള ലാക്ടോസ് മീഡിയത്തിലുള്ളതിനെ സെല്ലിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് എങ്ങനെയാണ് ഒരു ബാക്ടീരിയൽ സെൽ ഈ ലാക്ടോസിനെ ബ്രേക്ക് ചെയ്യുക ഗ്ലൂക്കോസും ഗാലക്ടോസും ആയിട്ട്. ഇതാണ് ലാക്കോപ്രോൺ. ലാക്കോപ്രോൺ മീൻസ് group of genes which help in the digestion of lactose when there is no source of carbon inside the. അപ്പോൾ ഈ ലാക്ക് I എന്താണ്? I stands for inhibitor. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സോ ലാക്ടോസ് മെറ്റബോളിസം ആണ് ലാക്കോപ്രോൺ. പിന്നെ ഇൻഡ്യൂസർ ഇൻ ലാക്കോപ്രോൺ ലാക്ടോസ് ഓർ യെല്ലോ ലാക്ടോസ് എന്നാണ്. അല്ലാതെ ലാക്ടോസ് ഈസ് ദ ഇൻഡ്യൂസർ ഇൻ ലാക്കോപ്രോൺ മാത്രമല്ല. ഇപ്പോൾ ആ ലാക്കോപ്രോണിലെ ആ ഡയഗ്രാമിന് താഴെ 2ാമത്തെ പാരഗ്രാഫിൽ ശരാശരി വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട് ലാക്ടോസ് ഓർ യെല്ലോ ലാക്ടോസ് ആക്ട് ആസ് ഇൻഡ്യൂസർ. ആദ്യത്തെ പാരഗ്രാഫിലെ 2ാമത്തെ ലൈനിൽ ബോൾഡായിട്ട് ഹെൻസ് ഇറ്റ് ഈസ് ടേംഡ് ഇൻഡ്യൂസർ എന്ന് എഴുതിയിട്ടുണ്ടാവും. പല കുട്ടികളും കൺഫ്യൂസ് ആവാറുണ്ട്. അരുത്,
ലാക്ടോസ് ഓർ യെല്ലോ ലാക്ടോസ് ആക്ട് ആസ് ഇൻഡ്യൂസർ എന്ന് മനസ്സിലാക്കണം. ശരി. പിന്നെ നെഗറ്റീവ് റെഗുലേഷൻ ഈസ് ഡ്യൂ ടു റിപ്രസർ എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദർ ഈസ് എ പോസിറ്റീവ് റെഗുലേഷൻ ഓൾസോ. പിന്നെ ലാക്ക് ഐ വാട്ട് ഇസ് ഇറ്റ്? ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻഹിബിറ്റർ. ഇറ്റ് വിൽ അണ്ടർഗോ ട്രാൻസ്ക്രിപ്ഷൻ ഫോളോഡ് ബൈ ട്രാൻസ്ലേഷൻ. പിന്നെ ആ എം ആറിൻ്റെ പേരെന്താണെന്ന് ഓർത്തിക്കണം. റിപ്രസർ എം ആറിന് അത് ഡയഗ്രാമിൽ എഴുതിയണം. റിപ്രസർ പ്രോട്ടീൻ വരും. ലാക്ടോസ് ഇല്ലാത്തപ്പോൾ റിപ്രസർ പ്രോട്ടീൻ ഈസ് പ്രസൻറ്റ് അറ്റ് ഓപ്പറേറ്റർ ചെയിൻ. അപ്പോൾ ലാക്കോപ്രോൺ സ്വിച്ച് ഓഫ് ആണ്. ലാക്ടോസിനോടാണ് ഈ റിപ്രസർ പ്രോട്ടീനിന് കൂടുതൽ എഫിനിറ്റി, കൂടുതൽ റിയാക്ടിവിറ്റി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് യുവർ റിപ്രസർ പ്രോട്ടീൻ വിൽ ബി മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ലാക്ടോസ്. അതാണ് ലാക്കോപ്രോൺ. സെല്ലിൻ്റെ ഉള്ളിൽ ഗ്ലൂക്കോസ് ഇല്ല, പുറത്ത് ലാക്ടോസിലപ്പോൾ ലാക്ടോസ് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ലാക്ടോസ് ഈ റിപ്രസർ പ്രോട്ടീനും ലാക്ടോസും ബൈൻഡ് ചെയ്യും. അങ്ങനെ ആ റിപ്രസർ പ്രോട്ടീൻ ഗ്ലൈക്കോ പ്രോട്ടീൻ ആവുകയാണ്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ മാറും. സ്ട്രക്ചർ മാറിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ പോവും. അപ്പോൾ RNA പോളിമറേസിന് ലാക് സെഡ്, ലാക് വൈ, ലാക് എയിലേക്ക് വരാം. അപ്പോൾ ഈ ലാക് സെഡ് വിൽ ട്രാൻസ്ക്രൈബ് ടു ഫോം വാട്ട്? ബീറ്റ. പിന്നെ ഒരു കാര്യം ഓർത്തിക്കണം, സ്ട്രക്ചറൽ ജീൻസ് ഉണ്ടല്ലോ, ഇറ്റ് വിൽ പ്രൊഡ്യൂസ് സ്ട്രക്ചറൽ ജീൻസ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് പോളിസിസ്റ്റോണിക് mRNA എന്ന് മനസ്സിലാക്കണം. സ്ട്രക്ചറൽ ജീൻസ് ഇൻ ലാക്കോപ്രോൺ it produces polycystonic mRNA. ഇപ്പോൾ ലാക് സെഡ്, വാട്ട് ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ലാക് സെഡ്? ബീറ്റ ഗാലക്ടോസ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ക്വസ്റ്റൻ എന്തായിരുന്നു? ലാക് ഐ, ലാക് സെഡ്, ലാക് വൈ, ലാക് എ തന്നിട്ട് ഇപ്പോഴത്തെ 4 പ്രോട്ടീൻ എൻസൈമിൻ്റെ പേര് തന്നിട്ട് മാച്ച് ദ ഫോളോയിങ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രക്ചറൽ ജീൻ പോളിസിസ്റ്റോണിക്. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഗോസ്. പിന്നെ ലാക് സെഡ് വിൽ പ്രൊഡ്യൂസ് ബീറ്റ ഗാലക്ടോസിഡേസ്, ലാക് വൈ വിൽ പ്രൊഡ്യൂസ് പെർമിയേസ് ആൻഡ് ലാക് എ വിൽ പ്രൊഡ്യൂസ് ട്രാൻസിസ്റ്റൈലേസ്. പിന്നെ ആ വർക്കിംഗ് മെക്കാനിസം ലാക്കോപ്രോണിൽ കൃത്യമായിട്ട് ഓർത്തിക്കണം. ഇനി നമ്മൾ പോകുന്നത് ഹൗ ടു അപ്രോച്ച് ദ ടോപ്പിക് കോൾഡ് ആസ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ഹ്യൂമൻ ജീനോം പ്രൊജക്ട് which is otherwise called HGP. ആദ്യം അറിയേണ്ടത് started in the year 1990, ended up in the year 2003. It is a 13 ended എന്ന് വെച്ചാൽ മൊത്തത്തിൽ എൻഡായിട്ടില്ല. ഫണ്ടിങ് അത്രയും ഫണ്ടിങ് ഇപ്പോഴും ഇത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2003 ഫണ്ടിങ്ങിൻ്റെ പ്രശ്നം, അതായത് മേജർ ആക്ടിവിറ്റി അത്രയും നടക്കുന്നില്ലെങ്കിൽ ഇന്നും ഇത് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിക്കേണ്ടത്? ജീനോം എന്താണെന്ന് മനസ്സിലാക്കണം. ജീനോം എന്ന് പറഞ്ഞാൽ എന്താ? ജീനോം എന്ന് പറഞ്ഞാൽ 23 ക്രോമസോമിലുള്ള DNA ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ സീക്വൻസും ഈ 23 ക്രോമസോമിലുള്ള ജീന് പൊസിഷനും സീക്വൻസും കണ്ടുപിടിക്കലാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അത് ആ ഡെഫിനേഷൻ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ. ഹ്യൂമൻ ജീനോം മീൻസ് ഹ്യൂമൻ ജീനോം ഓർ എനി ജീനോം ഹാപ്ലോയിഡ് കണ്ടന്റിനെയാണ് നമ്മൾ പറയുക. ഇപ്പോൾ ജീനോം ഈസ് ഹാപ്ലോയിഡ് കണ്ടന്റ്, ഹാപ്ലോയിഡ് DNA കണ്ടന്റ്. സോ ആ ഒരു ക്രോമസോമിലുള്ള, ഇതാണ് ഒരു ക്രോമസോമെങ്കിൽ അതിലുള്ള DNA ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ സീക്വൻസും പിന്നെ ഈ ക്രോമസോമിലുള്ള ജീനിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കലാണ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കേണ്ടത്? ചില ഡീറ്റെയിൽസ്. ഫോർ എക്സാമ്പിൾ, ഒരു ബേസ് പെയറിന് $എത്ര, എത്ര പുസ്തകങ്ങൾ വേണം? 3300 ബുക്സ് വിൽ ബി റിക്വയർഡ് ഫോർ 1 സെൽ. പിന്നെ ഹിസ്റ്ററി വളരെ കൃത്യമായിട്ട് അറിയണം. ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ആരാണ് ഇത് തുടങ്ങി വെച്ചത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ആൻഡ് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എനർജി. ഇൻ ദ early years വെൽക്കം ട്രസ്റ്റ് UK ജോയിൻ. പിന്നെ ഏതൊക്കെ കൺട്രീസിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്? ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, ചൈന. പിന്നെ എയിംസ്, അതായത് ഗോൾസ് ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്ട്. ആ പോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് അറിയണം. മെത്തഡോളജീസ് വളരെ അധികം സംശയം വരുന്നൊരു ഭാഗമാണ്. മെത്തഡോളജീസ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ് ആൻഡ് സീക്വൻസ് അനോട്ടേഷൻ ഈ രണ്ടെണ്ണാണല്ലോ. എക്സ്പ്രസ് സീക്വൻസ് ടാഗ്സ് എന്ന് പറയുമ്പോൾ identifying the genes that are expressed as RNA. പിന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, less than 2% of the genome code for protein.
Less than 2% of the genome code for protein. Sequence annotation എന്ന് വെച്ചാൽ മൊത്തത്തിൽ ഇപ്പോൾ ഇതാണ് DNA എങ്കിൽ ഇപ്പോൾ ഇതാണ് ഒരു ക്രോമോസോം എന്ന് വിചാരിക്കുക, ഇമാജിൻ ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിലുള്ള DNA മൊത്തം ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ സീക്വൻസിങ് ഉണ്ടല്ലോ, ആദ്യം മുതൽ അവസാനം വരെയുള്ള ബേസ് പെയർ സീക്വൻസിങ്, അതേപടി കണ്ടുപിടിക്കലാണ് സീക്വൻസ് അനോട്ടേഷൻ. അപ്പോൾ ഏതൊക്കെ ജീന് പ്രോട്ടീനിന് വേണ്ടി കോഡ് ചെയ്യും അല്ലെങ്കിൽ RNAക്ക് വേണ്ടി കോഡ് ചെയ്യും, RNA ആണ് എടുക്കേണ്ടത്, അതാണ് കറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ. സോ ജീൻസ് വിച്ച് ആർ expressed as RNA, that is what is express sequence tag. എക്സ്പ്രസ് സീക്വൻസ് ടാഗ് കഴിയുമ്പോൾ പിന്നെ നമ്മളിതിനെ സീക്വൻസിങ്ങിന് എന്താ ചെയ്യുക, ലോങ് DNA ഹാസ് ടു ബി കൺവേർട്ടഡ് ടു സ്മോളർ ഫ്രാഗ്മെൻറ്റ്സ്. അത് ആൻഡ് ക്ലോൺഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ടാവും. ക്ലോൺ ചെയ്യണമെങ്കിൽ ക്ലോണിങ് വെക്ടർ വേണം, വിച്ച് ഈസ് ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമോസോം ഓർ BAC ഇൻ ഹോസ്റ്റ് ബാക്ടീരിയ ആൻഡ് ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമോസോം ഓർ YAC ഇൻ ഹോസ്റ്റ് ഈസ്റ്റ്. പിന്നെ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? അപ്പോൾ ഫ്രെഡറിക് സാങ്കറിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെഡറിക് സാങ്കർ NCERTയിൽ 2 കാര്യങ്ങൾ, ഒന്ന് ന്യൂക്ലിയോടൈഡ് സാങ്കർസ് ഇൻസ്ട്രുമെൻ്റ് ഉണ്ടല്ലോ, സാങ്കർസ് ഡിവൈസ്, ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ സീക്വൻസസ് കണ്ടുപിടിക്കാം. അതേപോലെ അമിനോ ആസിഡ് സീക്വൻസ് ഓഫ് എ പ്രോട്ടീൻ. Amino acid sequence of a protein can also be found out by Frederick Sanger method. അപ്പോൾ ഫ്രെഡറിക് സാങ്കറിൻ്റെ മെത്തേഡിന് ഈ 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, യു ഗീവ് ഹിം DNA. അപ്പോൾ DNA ന്യൂക്ലിയോടൈഡ് ബേസ് പെയർ സീക്വൻസസ് എങ്ങനെയാണ്? സോ ദർ വാസ് എ പ്രിൻസിപ്പിൾ ഡെവലപ്ഡ് ബൈ ഹിം ആൻഡ് ഹി യൂസസ് DNA സീക്വൻസസ്. അപ്പോൾ ഫ്രെഡറിക് സാങ്കർ ആണ് കറക്റ്റായിട്ട് DNA സീക്വൻസ് ഓക്കെ ATGC GC TG TG AT TG TG എന്നുള്ള സീക്വൻസ് ഓഫ് ബേസ് പെയർ ആണ് എന്നുള്ളത് ഫ്രെഡറിക് സാങ്കറിനാണ് മനസ്സിലാവും. പിന്നെ സാലിയൻ ഫീച്ചർ ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. മെത്തഡോളജീസ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സാലിയൻ ഫീച്ചർ ഓഫ് ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോയിന്റ് എങ്ങനെ, the human genome contains 3164.7 million nucleotide base pairs എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് പറയണം. ന്യൂക്ലിയോടൈഡ് ബേസ് പെയർസ്. രണ്ടാമത്തെ പോയിന്റ് ഉണ്ട്, the average gene contains 3000 bases which vary greatly in size. The largest gene is dystrophin with 2.4 million bases. The gene estimated at 30,000, which was way less than the previous estimate of 80,000 to 140,000. 99.9% nucleotide base pair sequences are same among different individuals. The functions are unknown for more than 50% of the discovered gene and less than 2% of the genome code for protein. അത് കഴിഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്, റിപ്പീറ്റേറ്റീവ് DNA മേക്സ് അപ്പ് ലാർജ് പോർഷൻ ഓഫ് ഹ്യൂമൻ ജീനോം. എന്നിട്ട് പോയിന്റ് എന്താ, റിപ്പീറ്റേറ്റീവ് സീക്വൻസസ് ആർ സ്ട്രെച്ചസ് ഓഫ് DNA. Repetitive DNA are stretches of DNA which are repeated several times, sometimes 100 to 1000 times. They directly do not code for any protein, but they shed light on chromosome structure, dynamics and evolution. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്താണ് ഇതിൻ്റെ അർത്ഥം? ലെറ്റ് മീ ടെൽ യു. ഇപ്പോൾ റിപ്പീറ്റേറ്റീവ് DNA ഈസ്, ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ റിപ്പീറ്റേറ്റീവ് DNA ഈസ് പ്രസന്റ് ഇൻ സാറ്റലൈറ്റ് DNA. പലതരത്തിലുള്ള സാറ്റലൈറ്റ് ഉണ്ട്, മിനി സാറ്റലൈറ്റ് ഉണ്ട്, മൈക്രോ സാറ്റലൈറ്റ് ഉണ്ട്. അതിൽ മിനി സാറ്റലൈറ്റിലുള്ള ഒരു ഫിക്സ്ഡ് റിപ്പീറ്റ്സിനെ പറയുന്ന പേരാണ് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി കുട്ടികൾ ഓർത്ത് വെക്കണം, VNTR വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്. ടാൻഡം എന്ന് വെച്ചാൽ ഫിക്സ്ഡ്, ഓരോ ആൾക്കാരുടെ ശരീരത്തിൽ എല്ലാ സെല്ലും ഒരേപോലെ ആയിരിക്കും, പക്ഷേ 2 ആൾക്കാരുടെ സെൽസിൽ ഈ VNTR എന്ന് പറയുന്ന സീക്വൻസ് വേറെ വേറെ ആയിരിക്കും, അത് ഒരേപോലെ ആവില്ല. VNTR ഈസ് പ്രസൻറ്റ് ഇൻ മിനി സാറ്റലൈറ്റ്. പിന്നെ ചിലർ ചോദിക്കും, സാറേ ഈ VNTR എന്താ? ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റിപ്പീറ്റേറ്റീവ് സീക്വൻസ്. സർ ഷോർട്ട് കട്ടിൽ എങ്ങനെ ഇതിപ്പോൾ മനസ്സിലാക്കുക എന്ന് കുട്ടികൾ ആലോചിക്കേണ്ട വെച്ചാൽ, X എന്ന് പറഞ്ഞ ഒരാളുടെ സെല്ലാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് അതിലെ ജീനോമെന്നോ ക്രോമാറ്റിനോ എന്താ വെച്ചാൽ നമ്മൾ സൗകര്യം പോലെ. സോ ഇതിൽ കുട്ടികൾ നോക്കുകയാണെന്ന് വെച്ചാൽ X എന്ന് പറഞ്ഞ ആളുടെ ഇതാണ് ജീനോമെങ്കിൽ ഇതിൽ ഇവിടെ 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 ഒരു പർട്ടിക്കുലർ സീക്വൻസ് ഉണ്ടാവും. അതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരും. അത് തന്നെയാണ് റിപ്പീറ്റേറ്റീവ് DNA അല്ലെങ്കിൽ റിപ്പീറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയും.
See, a human or any animal, sexually reproducing animal, is the product of zygote. Zygote in the product alle. അപ്പോൾ സൈഗോട്ടിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ ശരീരത്തിലുള്ള എല്ലാ സെൽസും സൈഗോട്ടിനെ പോലെ തന്നെ ആവുമല്ലോ. മീൻസ് ഇറ്റ് വിൽ ബി ഹാവ് സെയിം കോമ്പോസിഷൻ ബിക്കോസ് സൈഗോട്ട് വിൽ അണ്ടർഗോ ക്ലീവേജ് ടു ഫോം ബ്ലാസ്റ്റോമിയർസ്. ഓവർ എ പീരീഡ് ഓഫ് ടൈം മോറുള്ള, ബ്ലാസ്റ്റുള്ള, ഗ്യാസ്റ്റുള്ള എല്ലാം ഈ ഒരു സെല്ലിൽ നിന്ന് വന്നതിനല്ലേ. അപ്പോൾ ജനറ്റിക്കലി ഓൾ ദ സെൽസ് വിൽ ബി സെയിം. പക്ഷേ ഓരോ സെല്ലിലും ജീൻ എക്സ്പ്രഷൻ മാറാം. അപ്പോൾ റിപ്പീറ്റേറ്റീവ് DNA എക്സ് എന്ന് പറഞ്ഞ ഒരാളുടെ ഇതാണ്. എല്ലാ സെല്ലും ഇയാളുടെ ശരീരത്തിലെ എല്ലാ സെൽസിലും, ഇയാളുടെ ശരീരത്തിലെ എല്ലാ സെൽസിലും ഇതേ പൊസിഷനിൽ VNTR, വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ് ഉണ്ടാവും. ഇതിനെയാണ് ദാറ്റ്. ആൻഡ് യു മസ്റ്റ് നോ ദാറ്റ് സാറ്റലൈറ്റ് DNA ഇറ്റ് റെപ്രസെൻറ്റ് 0.1% ഓഫ് ടോട്ടൽ DNA genome. 0.1% ഓഫ് ദ ജീനോം ഈസ് സാറ്റലൈറ്റ് DNA. അപ്പോൾ 0.1% സാറ്റലൈറ്റ് DNA. ആ സാറ്റലൈറ്റ് DNA ഒരു തരത്തിലുള്ള DNA ആണ് what is called as repetitive DNA. ആ repetitive DNAയുടെ എക്സാമ്പിളാണ് VNTR, അതായത് വേരിയബിൾ നമ്പർ ഓഫ് ടാൻഡം റിപ്പീറ്റ്സ്. ദിസ് ഈസ് വാട്ട് യു ആർ സപ്പോസ് ടു അണ്ടർസ്റ്റാൻഡ് വെരി വെരി പ്രോപ്പർലി. അപ്പോൾ VNTR ഈസ് പ്രസന്റ് ഇൻ വിച്ച് സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ മൈക്രോ സാറ്റലൈറ്റ് ഓർ മിനി സാറ്റലൈറ്റ്. മിനി സാറ്റലൈറ്റ്. ഇയാളുടെ ശരീരത്തിലെ എല്ലാ സെല്ലും ഒരേപോലെ ഇതേ റിപ്പീറ്റീവ് സീക്വൻസ് അതേ സ്ഥലത്ത് അതേ നമ്പറിൽ കാണും. അപ്പോൾ സെയിം ഡിഗ്രി ഓഫ് പോളിമോർഫിസം ഇൻ ആൻ ഇൻഡിവിജ്വൽ. ബട്ട് ടു പീപ്പിൾ ദേ വിൽ ഹാവ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് പോളിമോർഫിസം. രണ്ടാൾക്കാർ തമ്മിൽ VNTR ഒരുപോലെ ആവില്ല. അപ്പോൾ അതിനെയാണ് DNA പോളിമോർഫിസം എന്ന് പറയുക. പോപ്പുലേഷനിൽ നോ ടു പീപ്പിൾ വിൽ ഹാവ് സെയിം VNTR. നൗ ദാറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ റിപ്പീറ്റേറ്റീവ് DNA കുറിച്ച് എഴുതിയതിന് ശേഷം ക്രോമോസോം 1 contain 2968 genes and chromosome Y contain 231 genes. And at 1.4 million locations, single nucleotide polymorphism is there എന്നും പറയും. അപ്പോൾ സീക്വൻസിൽ പഠിക്കണം. ആ സാലിയൻ ഫീച്ചറിലെ ഓരോ നമ്പറും ഓരോ പോയിന്റും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ ഓർത്ത് വെക്കുക എന്ന് മാത്രമല്ല, ഈ റിപ്പീറ്റേറ്റീവ് DNAയുടെ സീക്വൻസ് എന്താണ് റിപ്പീറ്റേറ്റീവ് DNA എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. വ്യക്തമായിട്ട് ഐ ഷുഡ് നോ ദാറ്റ് വാട്ട് ഈസ് റിപ്പീറ്റേറ്റീവ് DNA. That's very very important. Repetitive DNA, there are different types of repetitive DNA, of which one type of repetitive DNA is variable number of tandem repeat. Tandem means fixed. So in an individual all the cells will have same VNTR. And DNA polymorphism is the basis of DNA fingerprinting. എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. DNA polymorphism is the basis of DNA fingerprinting. And then we start with DNA fingerprinting. DNA fingerprinting നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഫാദർ ഓഫ് DNA fingerprinting ഈസ് അലക് ജാഫ്രെ. അപ്പോൾ നമ്മൾ ആ VNTR സീക്വൻസ് രണ്ടാൾക്കാർക്ക് ഒരിക്കലും ഒരുപോലെ ആവില്ല, എക്സെപ്റ്റ് ഫോർ മോണോസൈഗോട്ടിക് ട്വിൻസ് എന്ന് ഓർത്തിട്ടാണ് നമ്മളിത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ബൾക്ക് നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തിട്ട് ഒരാളുടെ ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ബൾക്ക് ജീനോമിക് DNA ഇങ്ങനെ പീക്സ് ആയിട്ട് കിട്ടും. ഈ മേജർ പീക്കിനെ പറയുന്ന പേരാണ് ബൾക്ക് DNA, മൈനർ പീക്കിനെ പറയുന്ന പേരാണ് സാറ്റലൈറ്റ് DNA. ഇതാണ് 0.1%. പിന്നെ സാറ്റലൈറ്റ് DNA ക്യാൻ ബി ഫർദർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ വാട്ട് എന്ന ടെക്സ്റ്റ് ബുക്കിൽ വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ATGC composition, number of repetitive units, length of the segment. It can be further classified into മിനി സാറ്റലൈറ്റ്, മൈക്രോ സാറ്റലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും. ആ മിനി സാറ്റലൈറ്റിലാണ് VNTR ഉള്ളത്. അതാണ് നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത്. സോ മേജർ പീക്ക് എന്ന് വെച്ചാൽ എന്താ? മേജർ പീക്ക് എന്ന് വെച്ചാൽ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം. മേജർ പീക്ക് മീൻസ് ബൾക്ക് ജീനോമിക് DNA, മൈനർ പീക്ക് സാറ്റലൈറ്റ് DNA. അപ്പോൾ DNA ഫിംഗർപ്രിൻറ്റിങ്ങിന് നോ ടു ഇൻഡിവിജ്വൽസ് വിൽ ഹാവ് സെയിം DNA ഫിംഗർപ്രിൻറ്റ് എക്സെപ്റ്റ് മോണോസൈഗോട്ടിക് ട്വിൻസ്. അപ്പോൾ DNA ഫിംഗർപ്രിൻറ്റിങ്ങിന് നമ്മൾ ഈ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിരിക്കണം. DNA ഫിംഗർപ്രിൻറ്റിന് നമ്മൾ DNA എവിടെ നിന്നൊക്കെ ഐസൊലേറ്റ് ചെയ്യും? NCERT ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബ്ലഡ്, ബോൺ, സലൈവ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്പേം, സ്കിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എക്സാമ്പിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ആ എക്സാമ്പിൾസ് സലൈവ ഡു ഹാവ് DNA, അത് നമ്മൾ കൃത്യമായിട്ട് അറിയണം. എന്നിട്ട് യു ഷുഡ് നോ ദാറ്റ് DNA പോളിമോർഫിസം ഈസ് ഓൾസോ യൂസ് ഫോർ ജനറ്റിക് മാപ്പിംഗ്, പാറ്റർണിറ്റി ഡിസ്പ്യൂട്ട്സ്, അതിനൊക്കെ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് അറിയണം. അപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിങ്ങിൽ
മിനിമം ഒരു 0.01% വേരിയേഷൻ എങ്കിലും വന്നാലേ അതിനെ നമ്മൾ ഒരു എല്ലിക് ഫ്രീക്വൻസി ഓഫ് റിപ്പീറ്റേറ്റീവ് DNA സീക്വൻസ് ഒരു പോപ്പുലേഷനിൽ കണക്കാക്കും. ഇപ്പോൾ DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ കോൺസെപ്റ്റ് വളരെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് നമ്മൾ എന്താണിത്. അപ്പോൾ സ്റ്റെപ്സ് ഇൻ DNA ഫിംഗർ ഐസൊലേഷൻ ഓഫ് DNA അല്ലേ, സെപ്പറേഷൻ ഓഫ് DNA ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്, ആംപ്ലിഫിക്കേഷൻ വേണമെങ്കിൽ PCR ആവാം, പക്ഷേ സർ എലക്ട് ജെഫ്രി അത് യൂസ് ചെയ്തിട്ടില്ല, അതിൽ നമ്മൾ എഴുതിയാണ്. പിന്നെ സദേൺ ബ്ലോട്ടിങ്, ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ഈ സെക്കൻഡ് സ്റ്റെപ്പ് ആക്ച്വലി. ആഫ്റ്റർ ദാറ്റ് separation of DNA by gel electrophoresis, southern blotting, probe hybridization and autoradiography. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ DNA ഫിംഗർ പ്രിൻ്റ് ഒരു 2 കൊടുത്തിട്ടുണ്ടാവും. C എന്ന് എഴുതിയിട്ട് B എന്ന് എഴുതിയിട്ട് കമ്പയർ ചെയ്യാൻ പറയും. നമ്മൾ VNTR ഈസ് സ്മോൾ സെഗ്മെൻറ്റ് ഓഫ് DNA വിച്ച് ഈസ് റിപ്പീറ്റഡ് മെനി ടൈംസ്, സംടൈംസ് 100 ടൈം ടു 1000 ടൈം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നോ 2 people വിൽ ഹാവ് സെയിം VNTR. ഈ കോൺസെപ്റ്റ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. നോ 2 people വിൽ ഹാവ് സെയിം VNTR. അപ്പോൾ പൊതുവെ VNTRൽ വെച്ചിട്ടാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് കട്ട് ചെയ്യുക. അങ്ങനെയാണെന്ന് വെച്ചാൽ നോ 2 people വിൽ ഹാവ് സെയിം മോളിക്കുലർ സൈസ് ഓർ ലെങ്ത് DNA. ഈ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് ഓർത്ത് വയ്ക്കണം, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ DNA ഫിംഗർ പ്രിൻ്റ് ആ ബാൻഡ്, പിന്നെ ആ ഇലക്ട്രോഫോറസിസിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. നമുക്കറിയാം മോളിക്കുലർ സൈസ് കുറവുള്ളത് വെല്ലിൽ നിന്നും ദൂരെയും, മോളിക്കുലർ സൈസ് കൂടുതലുള്ളത് വെല്ലിൻ്റെ അടുത്തായിരിക്കും. പിന്നെ സദേൺ ബ്ലോട്ടിങ്ങിൽ നമ്മൾ നൈട്രോസെല്ലോസ് ഓർ നൈലോൺ ഷീത്താണ് യൂസ് ചെയ്യുക ബ്ലോട്ട് ചെയ്യണത്. പിന്നെ ഓട്ടോ റേഡിയോഗ്രാഫി, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. പിന്നെ ആ ബാൻഡ് പാറ്റേൺ ഓരോ ആൾക്കാർക്കും യുണീക്ക് ആയിരിക്കും. അപ്പോൾ ഒരാളുടെ ബാൻഡ് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇയാളുടെ DNA ഫിംഗർ പ്രിൻറ്റ് ഇതാണ്. അപ്പോൾ ആ DNA ഫിംഗർ പ്രിൻറ്റ് എടുത്ത് നമുക്ക് മനസ്സിലാവും വെദർ ദിസ് പേഴ്സൺ ഈസ് സെയിം ഓർ നോട്ട്. അതാണ് DNA ഫിംഗർ പ്രിൻറ്റിൻ്റെ കോൺസെപ്റ്റ്. സോ നോ 2 people വിൽ ഹാവ് സെയിം ബാൻഡ് പാറ്റേൺ ഈ ലോകത്ത്. പിന്നെ VNTRൻ്റെ നമ്പർ ഒരു ക്രോമോസോം ടു അതർ ക്രോമോസോം ഇറ്റ് വിൽ ചേഞ്ച് എന്നുള്ളതിൽ ഒരു സംശയവും പാടില്ല. വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ട് അത് മനസ്സിലാക്കണം. അപ്പോൾ ഈ ചാപ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുറച്ചുകൂടി കൺവീനിയൻ്റ്ലി പഠിക്കാൻ മനസ്സിലാക്കാൻ. 1 എക്സ്പെരിമെൻറ്റ്സ് ടു പ്രൂവ് DNA ഈസ് എ ജനറ്റിക് മെറ്റീരിയൽ. 2 സ്ട്രക്ചർ ഓഫ് DNA എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിരുന്നു. 3 പാക്കേജിംഗ് ഓഫ് DNA. 4 മെസൽസൺ ആൻഡ് സ്റ്റോൾ സെമി കൺസർവേറ്റീവ് മോഡ് ഓഫ് DNA റെപ്ലിക്കേഷൻ. 5 പ്രോസസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. RNA വേൾഡിൽ നമ്മളിങ്ങനെ പഠിക്കേണ്ടത് mRNA ആദ്യം, tRNA, rRNA. mRNA ആദ്യം പഠിക്കാനുള്ള കാരണം mRNA കുറിച്ച് ഒരുപാട് പഠിക്കാനാണ്. പിന്നെ ഈ ക്യാപ്പിംഗ് ടൈലിംഗ് സ്പ്ലൈസിങ്ങിലുള്ള പേജിൽ ഡയഗ്രാം വളരെ കൃത്യമായി നോക്കണം. റെപ്ലിക്കേഷൻ ഫോർക്കിൻ്റെ ഡയഗ്രാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ mRNA സ്ട്രക്ചർ ഞാൻ പറഞ്ഞല്ലോ എവിടെയാണ് ഉള്ളത്, അൺട്രാൻസ്ലേറ്റഡ് റീജിയൻ്റെ ഫങ്ഷനിങ്, പോളിസിസ്റ്റോണിക് എവിടെ, മോണോസിസ്റ്റോണിക് എവിടെ, റൈബോസൈം എവിടെ, അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ക്രൈറ്റീരിയ ഫോർ tRNA പഠിച്ചാൽ ക്രൈറ്റീരിയ ഫോർ ബീങ് ജനറ്റിക് മെറ്റീരിയൽ കൃത്യമായിട്ട് അറിയണം. സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി ആൻഡ് റിവേഴ്സ് സെൻട്രൽ ഡോഗ്മ ഇൻ മോളിക്കുലർ ബയോളജി വളരെ കൃത്യമായിട്ട് അറിയണം. അത് കഴിഞ്ഞ് ജനറ്റിക് കോഡ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നു. 4 സയൻറ്റിസ്റ്റ് ജോർജ് ഗാമോ, ഹർഗോബിന്ദ് ഖുറാന, മാർഷൽ നീരൻബർഗ്, സെവറോക്കോവ. പിന്നെ ചാർട്ട് ഓർത്ത് വെക്കണം. ഫീച്ചേഴ്സ് ഓഫ് ജനറ്റിക് കോഡ്, ഡീജനറസി, അൺആംബിഗ്വസ്, എല്ലാ പ്രോപ്പർട്ടീസും ഇമ്പോർട്ടൻറ്റ്. വിത്തൗട്ട് പങ്ക്ച്വേഷൻ, നോൺ ഓവർലാപ്പിംഗ്, ഓൾമോസ്റ്റ് യൂണിവേഴ്സൽ, ഇതൊക്കെ. പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ ആദ്യം ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്താണ്, പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ പ്രോകാരിയോട്സ്, ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്, പിന്നെ ട്രാൻസ്ലേഷൻ, ദെൻ ജീൻ റെഗുലേഷനിൽ ലാക്കോപ്രോൺ എന്താണെന്ന് ഓവറോൾ മനസ്സിലാക്കി നന്നായി മനസ്സിലാക്കണം. പിന്നെ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ആൻഡ് ഫൈനലി DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇപ്പം മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ബ്രില്യൻ്റിൽ ജെനറ്റിക്സ് 1 പൊതുവെ പഠിപ്പിക്കാറ്. ഇവിടെ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഉണ്ടെങ്കിലും ജെനറ്റിക്സ് 1 ചാപ്റ്റർ വരുമ്പോഴാണ് അവിടെ ചോദ്യം വരികയാണെങ്കിൽ വരെ. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് ഹൗ യുവർ ചാപ്റ്റർ ഈസ് ഡിസൈൻ. ഫോളോ യുവർ NCERT. NCERTയിൽ ഓരോ വേർഡും NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കോൺസെപ്ച്വൽ ആയാലും ഡയഗ്രമാറ്റിക് ആയാലും വളരെ കൃത്യമായിട്ട് അറിയണം. ഫോളോ NCERT. സോൾവ് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. യു വിൽ ബി മോർ കംഫർട്ടബിൾ. Hope the exam will be very, very easy for you. Work is worship. Keep learning NCERT. Keep solving the questions. Thank you and God bless you. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക്